യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യം ശബ്ദമുയർത്തി വായിക്കണം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗം. ഈ വേദഭാഗത്തിൽ സാധാരണ യെഹെസ്കേൽ പ്രവചനം നമുക്ക് 2 അധ്യായമേ അറിയത്തുള്ളൂ. ഏതൊക്കെ അറിയാമോ? യെഹെസ്കേൽ പ്രവചനത്തിൽ 2 അധ്യായമേ നമുക്കറിയത്തുള്ളൂ. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് 37-ഉം മറ്റൊന്ന് 47-ഉം. ബാക്കി നമ്മൾ വായിക്കാറില്ല. കാരണം സ്ഥിരം ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രസംഗിക്കുന്ന വേദഭാഗങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനൊരിക്കലേ ഒരു 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസം ഞാൻ പ്രസംഗിക്കാൻ ചെന്നു. അന്ന് ഞാൻ ഈ വേദഭാഗം ഈ 37-ാം അധ്യായം എടുത്തത്. അപ്പോൾ 37-ാം അധ്യായം എടുത്തപ്പോൾ അവിടെ ഇരിക്കുന്ന ആളെല്ലാം ചിരിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, നിങ്ങളെന്തിനാ ചിരിക്കാൻ തുടങ്ങിയത്? അപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്റേ ഞങ്ങളിത് 13-ാമത്തെ പ്രസംഗം കേൾക്കാൻ പോവുക. എന്ന് പറഞ്ഞാൽ ഈ 40 ദിവസം ഇപ്പോൾ 12 പ്രസംഗം കേട്ട് കഴിഞ്ഞു, ഇനി 13-ാമത്തെ പ്രസംഗം കേൾക്കാൻ പോവുക. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതുവരെയും അസ്ഥിത്താഴ്വരെ നിന്ന് എഴുന്നേറ്റിട്ടില്ല, അതുകൊണ്ടാണിത് വീണ്ടും വീണ്ടും നിങ്ങളെ കേൾപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളെ അസ്ഥിന്ന് വിളിച്ചില്ല കേട്ടോ, നിങ്ങളെന്നോട് ദേഷ്യപ്പെടില്ലേ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിവേ, ഇന്ന് രാവിലെ നിങ്ങളുമായി ഈ വചനം പങ്കുവെക്കുമ്പോൾ ഹൃദയത്തിലൊരാഗ്രഹം ഉണ്ടാകണം. ദൈവമേ, എൻ്റെ ആത്മീക സ്ഥിതിക്ക് വ്യത്യാസം വരണം. ആമേൻ പറഞ്ഞില്ല, ഉറക്കെ പറഞ്ഞേ. എൻ്റെ ആത്മീകമായ സ്ഥിതിക്ക് മാറ്റമുണ്ടാകണം. അതിനായി ഉപവാസ പ്രാർത്ഥന അല്ലേ? 7 ദിവസത്തെ ഈ പ്രാർത്ഥനയിൽ പല ദൈവദാസന്മാരെയും വിളിച്ച് ഇവിടെ ശുശ്രൂഷിക്കുന്നതിൻ്റെ ഉദ്ദേശം സഭയുടെ ആത്മീക സ്ഥിതി മാറണം, കുടുംബങ്ങളുടെ ആത്മീക സ്ഥിതി മാറണം, വ്യക്തിപരമായി നമുക്കൊരു മാറ്റം വരണം. ദൈവത്തിന് സ്തോത്രം. നിശ്ചയമായി ഞാൻ വിശ്വസിക്കുന്നു, ദൈവം തൻ്റെ വചനം അയച്ചു നമ്മളെ വിടുവിക്കും. ഹല്ലേലൂയ. ഒന്ന് ശക്തമായി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇവിടെ 3 പ്രാവശ്യം യെഹെസ്കേലിനോട് പ്രവചിക്കാൻ പറയുന്നുണ്ട്. പ്രവചിക്കാൻ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ സാധാരണ പ്രവചനമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? എന്താണ് പ്രവചനം? സാധാരണ പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താ സഹോദരന്മാരെ? പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? ഇപ്പോൾ ഇഷ്ടം പോലെ പ്രവാചകന്മാരുണ്ട് അല്ലേ? ഞാനൊരു പ്രവാചകനല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ മുമ്പിൽ ഇരിക്കാം. നിങ്ങളുടെ തലയെ കൈവച്ച് ഒരു ദൂതും ഞാൻ പറയാനുള്ള കൃപ എനിക്കില്ല. എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം കർത്താവിൽ പ്രസിദ്ധരായ പ്രവാചകന്മാരെ കാണുമ്പോൾ അവരെ പോലെ പ്രവചിക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ പ്രവചന ശുശ്രൂഷ ഏൽപ്പിക്കാതെ എങ്ങനെ നമ്മൾ പ്രവചിക്കുന്നത്? പിന്നെ നമുക്ക് അഭിനയിക്കാനും പറ്റില്ല. ഞാൻ കുറേ കാലം വിദേശത്തായിരുന്നു. അപ്പോൾ വിദേശ സഭയിലെ ഒരു പാസ്റ്ററായിട്ടിരുന്നത് കൊണ്ട് മിക്കവാറും എല്ലാ ആഴ്ചയിലും പ്രവാചകന്മാരവിടെ വരാറുണ്ട്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, നാട്ടിൽ ഒരു വാക്കുപോലും പ്രവചിക്കാത്ത ആളുകൾ വിമാനം കയറി ഞാൻ താമസിക്കുന്ന രാജ്യത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവർ പ്രവാചകന്മാരായി മാറി. ഞാൻ അവരെ കൗതുകപൂർവ്വം ശ്രദ്ധിക്കാറുണ്ട്. കാരണം അവരെ ഒരു നാട്ടിൽ വെച്ച് പ്രവചിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷെ അവരവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പ്രവചിക്കാൻ തുടങ്ങി. എനിവേ, ദൈവം അവർക്ക് പ്രത്യേക വിമാനത്തെ കയറിയപ്പം ദൈവം കൊടുത്ത ശുശ്രൂഷയായിരിക്കാം. എനിവേ, അവർ പ്രവചിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ഹല്ലേലൂയ. അപ്പം നോക്കിയേ, എന്നാൽ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ഈ കർത്താവിൻ്റെ ഷാർപ്പായി ദൂത് പറയുന്ന ദൈവദാസന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും മറക്കില്ല. ഒരു
സുനിൽ വാകത്താനം എന്ന് പറയുന്ന ഒരു ദേവദാസൻ, ഒരു സാധാരണ മനുഷ്യൻ. ഇപ്പം ഞാൻ ശുശ്രൂഷിക്കുന്ന ഫസ്റ്റ് ഏജ് ചർച്ചിൽ വന്നു. എന്നോട് അദ്ദേഹം ദൂത് പറഞ്ഞു, അടുത്ത 6 മാസത്തിനുള്ളിൽ ദേവദാസനെ ഈ രാജ്യത്ത് ഒരു കൺവെൻഷന് പ്രസംഗിക്കും. പ്രൈസലോ. സാധാരണ അങ്ങനെ ഉണ്ടാവത്തില്ല കേട്ടോ. ഈ വിദേശത്ത് താമസിക്കുന്ന പാസ്റ്റർമാർ തൊട്ടടുത്ത പാസ്റ്റർമാർ വിളിക്കില്ല. കാര്യം അവർക്ക് പ്രശ്നം അവരുടെ സഭയിൽ നിന്ന് ആൾ പോകുമോ എന്നുള്ള പേടി കൊണ്ട് തൊട്ടടുത്ത സഭയിലെ ആരെയും വിളിക്കില്ല. എന്നാൽ ഞാൻ അവിടെ ചെന്ന ശേഷം എനിക്ക് ഒത്തിരി ശുശ്രൂഷകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഈ പ്രവചനം ഉള്ളിൽ കയറി. ഈ പ്രവചനം കേട്ടാൽ മാത്രം പോരാ, പ്രവചനത്തിൻ്റെ ദൂത് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യാൻ തുടങ്ങണം. ഞാൻ പറയുന്നത് എത്രവർക്ക് മനസ്സിലായി? ഞാൻ സുനിൽ വാകത്താനത്തെ എനിക്ക് വേണമെങ്കിൽ നിവർത്തീകരിക്കാതിരിക്കുക, ഞാനത് പ്രാർത്ഥിച്ചില്ല, നിവർത്തിച്ചില്ല എങ്കിൽ ഞാൻ എന്ത് പറയും? അദ്ദേഹം പറഞ്ഞത് കള്ളപ്രവചനമാണ് ഞാൻ പറയും. പക്ഷേ ഈ കർത്താവിൻ്റെ ദാസൻ എന്നോട് ദൂത് പറഞ്ഞ ദിവസം തൊട്ട് ഞാൻ എഴുതിയിട്ട് അതിനു വേണ്ടി സ്തോത്രം ചെയ്യാൻ തുടങ്ങി. കാരണം അങ്ങനെ ഒരു ആ രാജ്യം, കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്ത് അങ്ങനെ ഒരു മാന്യത ഒരുങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാനെങ്ങനെ സ്തോത്രം ചെയ്യുന്നു തുടങ്ങി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവദാസന്മാരൊരു ദൂത് നൽകിയ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യണം. ഒരു വചനം കിട്ടിയാൽ അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. അപ്പം ഞാനിങ്ങനെ സ്തോത്രം ചെയ്തു. 6 മാസം തികയുന്ന, അല്ലെങ്കിൽ അത് തീരും, അടുത്ത ദിവസം ആകുമ്പം 6 മാസം കഴിയും. ദേവദാസനോട് പറഞ്ഞത് 6 മാസത്തിനുള്ളിൽ ഈ രാജ്യത്ത് നിന്നെ ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ വിളിക്കും. ഇതാണ് ദൂത്. ഹല്ലേലൂയ. അപ്പം ഞാൻ 6 മാസം തികയാൻ തുടങ്ങിയാണ്. അന്ന് പുതിയതായി നാട്ടിൽ നിന്ന് വന്ന ആ രാജ്യത്ത് ശുശ്രൂഷയ്ക്കായി IPC, ചർച്ചക്കോട്, അങ്ങനെയൊക്കെയുള്ള സഭകളിൽ പുതുതായി ശുശ്രൂഷിക്കാൻ വന്ന ആളുകളെ സ്വീകരിക്കുന്ന ഒരു മീറ്റിങ്ങിൽ ഞാൻ ചെന്നിരിക്കുക. അപ്പം അന്ന് രാവിലെയും ഞാൻ എഴുന്നേറ്റ് ഈ വചനത്തിനായിട്ട് സ്തോത്രം ചെയ്തിട്ട് പറഞ്ഞു, ഇന്ന് ലാസ്റ്റ് ഡേറ്റാ. ആത്മാവേ, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇന്ന് നിവർത്തിക്കണം. നാളെ നിവർത്തിച്ചിട്ട് കാര്യമില്ല, ഇന്ന് നിവർത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ ആ യോഗത്തിൻ്റെ പുറകിൽ ചെന്നിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നല്ല പൊക്കമുള്ള വണ്ണമുള്ള ഒരു പാസ്റ്റർ എഴുന്നേറ്റ് എൻ്റെ അടുക്കൽ വന്നിരുന്നു. എന്നോട് ചോദിച്ചു, പ്രഭാറ്റി തങ്കച്ചൻ പാസ്റ്ററാണോ? അതെ. ഞാൻ 2-3 ദിവസം കൊണ്ട് പാസ്റ്ററെ വിളിക്കാനിരിക്കുക. ഞാൻ എന്താ പാസ്റ്റർ പേരെന്താ? പുള്ളിയുടെ പേര് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സഭ പറഞ്ഞു, ചർച്ച് ഓഫ് കുവൈറ്റ്, അവിടുത്തെ വലിയൊരു സഭകളിൽ ഒന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ ദിവസം കമ്മിറ്റി തീരുമാനിച്ചു, നാട്ടിൽ നിന്ന് ഇപ്രാവശ്യം ആരെയും വിളിക്കണ്ട, അതുകൊണ്ട് ഞങ്ങളുടെ കൺവെൻഷന് പാസ്റ്റർ വന്ന് പ്രസംഗിക്കണം. ദൂത് നിവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം എത്ര വലുതാ! നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിച്ചു. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ഷാർപ്പാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് സഭയോട് വചനത്തിലൂടെയോ വെളിപ്പാടിലൂടെയോ പ്രവചന ശബ്ദത്തിലൂടെയോ ഇടപെട്ടത് നിവർത്തിക്കുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാവിലെ പറയണം, ആണ്ടുകൾ കഴിയും മുമ്പേ വചനം പറയുന്നു, ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു. അതെന്ത് ചെയ്യും? അത് താമസിക്കയില്ല. ഹല്ലേലൂയ. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വരും നിശ്ചയം. എത്ര പേർക്ക് അതരം തുറന്ന് പറയാൻ കഴിയും? എന്നോട് പറഞ്ഞ അരുളപ്പാടുകൾ ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും.
എൻ്റെ തലമുറയോട് പറഞ്ഞത്, എൻ്റെ കുടുംബത്തെ നോക്കി പറഞ്ഞത്, എൻ്റെ സഭയെ നോക്കി പറഞ്ഞത്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ നോക്കി പറഞ്ഞ അനേക അരുളപ്പാടുകളുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ നിവർത്തിച്ചു തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ എത്ര പേർക്ക് കഴിയും? എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? കരങ്ങളെ അടിച്ചും ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശമന ഹസ്തര ദിയാലബ അതരബ ഉഡാന ദിയന്തരാദി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അത് ഒരു പ്രവചനദൂത. ആമേൻ. പക്ഷേ പ്രവചനം എന്ന് പറഞ്ഞ് ഭാവിയെ മാത്രം നോക്കി പറയുന്ന ഒന്നല്ല. പ്രവചനമെന്ന് പറയുന്നത് ദൈവഹിതം അറിയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പാളിച്ചകളെ ചൂണ്ടിക്കാണിച്ച് മടങ്ങി വരേണ്ട ആവശ്യകതയെ ഊന്നൽ നൽകി ദൈവത്തിന് നമ്മുടെ നടുവിൽ എന്തു ചെയ്യണമെന്ന് അറിയിക്കുന്ന ഒരു കാര്യമാണ് പ്രവചനമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഓക്കേ, ഈ സഭയെ നട്ടിട്ട് നാളുകളായി. അപ്പോൾ ഈ സഭയെ നോക്കി പരിശുദ്ധാത്മാവ് തൻ്റെ ഹിതം പറയും. ആ ഹിതത്തിനനുസരിച്ച് ജനം താഴ്മയോടെ ഏറ്റെടുക്കാൻ തയ്യാറായാൽ ദൈവം നിന്റെ സ്ഥിതി അങ്ങ് മാറ്റും. ഒരാമയും പറയാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. കൊതിയോടെ കാത്തിരിക്കുന്ന ചിലരിനകത്തുണ്ട്. കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന ചിലരിനകത്തുണ്ട്. ഹല്ലേലൂയ. എൻ്റെ സഭയുടെ സ്ഥിതി ഒന്ന് മാറണം. എൻ്റെ സഭയുടെ അവസ്ഥയ്ക്കൊരു മാറ്റം വരണം. കണ്ണുനീരൊഴുക്കുന്ന ചിലരെ നോക്ക് ഞാൻ പറയുന്നു, ദൈവം ഈ വർഷം അതിന് മാറ്റം വരുത്താൻ പോകുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി നീ കാണാൻ പോകുകയാ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില മണ്ഡലങ്ങളെ ഇളക്കി നിനക്കു വേണ്ടി തൻ്റെ പ്രവൃത്തി അയക്കുന്ന നാളുകളാണെന്ന് എത്രവർക്ക് ഉറപ്പോടെ പറയാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. പാഴും ശൂന്യമായതിനെ ഹല്ലേലൂയ ദൈവത്തിന് പുതുക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ പാഴായ മണ്ഡലങ്ങൾ, ശൂന്യമായ തലങ്ങളെ മാറ്റി ഒരു വെളിച്ചം പകരുന്ന ദിവസങ്ങളാണ് എന്ന് ഞാൻ രാവിലെ അതിശക്തമായി വിളിച്ചു പറയുന്നു. നിന്റെ ഇരുളിന്റെ മേൽ നോക്കി വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാവിലെ പുറപ്പെട്ടു വരികയാണ്. ഇവിടെ ഈ അധ്യായം വായിച്ചാൽ ദൈവം യെഹെസ്കേലിനോട് പറയുന്നു, നീ പ്രവചിക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടുത്തെ സ്ഥലത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? യെഹെസ്കേലിനെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അസ്ഥികളുടെ താഴ്വരയിലാണ്. ഫ്രൈസലോ. അപ്പോൾ അവിടെ ആരും കേൾക്കാനില്ല, ഒരു മനുഷ്യര് പോലും ഇല്ല. പക്ഷെ അവിടെ ദൈവം തൻ്റെ ദാസന് ചില പ്രവചനങ്ങൾ കൊടുക്കുക. ഒന്നാമത്തെ പ്രവചനം അതിൻ്റെ 4-ാം വാക്യം, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്. അപ്പൊ ഒന്നാമത്തെ പ്രവചനം അസ്ഥികളോടുള്ള പ്രവചനമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇപ്പൊ രണ്ടാമത്തെ പ്രവചനം അതിൻ്റെ 9-ാം വാക്യമാണ്. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്ക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്. പ്രൈസ് ദി ലോർഡ്.
അപ്പൊ രണ്ടാമത്തെ പ്രവചനം കാറ്റിനോടാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി മൂന്നാമത്തെ പ്രവചനം അതിൻ്റെ 11-ാം വാക്യം, പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്. 12-ാം വാക്യം, അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്. അപ്പൊ 3 പ്രവചനം നടക്കുക. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, അസ്ഥിയെ നോക്കി പ്രവചിക്കണം. 2, കാറ്റിനോട് പ്രവചിക്കണം. 3, ഇസ്രയേലിനെ നോക്കി പ്രവചിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ നോക്കിയേ, ഈ പ്രവചനത്തിന് ഭയങ്കര ശക്തിയാട്ടോ. ഹല്ലേലൂയ. ആദ്യത്തെ 2 പ്രവചനവും പ്രവചിച്ചു കഴിഞ്ഞപ്പോ അത് സഡനായി നിവർത്തീകരിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒട്ടനെ നിവർത്തീകരിക്കുക. അങ്ങനെ നിവർത്തീകരിക്കുന്ന പ്രവചനം ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ എന്നെ നോക്കി പീഡിപ്പിക്കുകയാണല്ലോ. ഒട്ടനെ നടക്കുന്ന പ്രവചനം. ഞാനൊരിക്കലെ ഞാനെന്ന് കോപ്രാപുര എന്ന് പറയുന്ന സഭയിലെ പൈനിയറൊക്കെ ചെയ്ത് സ്ഥലമൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുക. വാങ്ങാൻ വേണ്ടി പൈസ സ്ഥലം വാങ്ങി. പക്ഷെ ഒരു ഹ്യൂജ് എമൗണ്ട് ഞാൻ കടമെടുത്തിട്ടാണ് ഞാൻ ഈ വസ്തു വാങ്ങിയത്. അപ്പോൾ എനിക്ക് പണം തന്ന ആൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് പൈസ തിരിച്ചു വേണം. അപ്പോൾ 1 വർഷത്തിനുള്ളിൽ കൊടുക്കണമെന്നാണ് പറഞ്ഞേ. പക്ഷേ പെട്ടെന്ന് അദ്ദേഹത്തിന് അത്യാവശ്യം വന്നതുകൊണ്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഉടനെ തിരിച്ചു തരണം. അതേ ഒരു ഡേറ്റും പറഞ്ഞു. കയ്യിൽ 5 പൈസ ഇല്ലാതെ നിന്ന് കളിക്കുന്ന ഞാൻ എന്തോ പറയാനാ, ചില സമയത്തൊക്കെ അങ്ങനെ. അപ്പോൾ ഞാൻ ആകെ വിഷണ്ണനായി, എന്തു ചെയ്യാൻ അറിയാതെ ഞാനിങ്ങനെ ഭാരപ്പെട്ടിരുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, റിജി ജോർജ് പാണ്ടനാട്, ശക്തനായ ഒരു പ്രവാചകനും ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ള ഒരു ദൈവദാസനാണ്. അപ്പം അദ്ദേഹം പറഞ്ഞോടെ എൻ്റെ വീട്ടിൽ ഞാൻ കുറച്ച് ദിവസം ഉപവസിക്കുക, നിനക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം. അപ്പോൾ അതിൻ്റെ അവസാനിക്കുന്ന ദിവസം എന്തായിരുന്നാലും ഞാൻ വെറുതെ വീട്ടിൽ ഇരുന്ന് ഈ ഭാരം ഓർത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ഒരു കാര്യമില്ല. ഞാൻ രാവിലെ അവിടെ പോയിരുന്നു. അപ്പോൾ അവിടെ പ്രസംഗിക്കുന്നത് കല്ലുമല രാജൻ എന്നറിയപ്പെടുന്ന ജോൺ ജോർജ് എന്ന് പറഞ്ഞ നമ്മുടെ പെന്തിക്കോസ്തിൽ വളരെ പ്രശസ്തനായൊരു പ്രവാചക ശുശ്രൂഷ. അപ്പോൾ അദ്ദേഹം ഒരു 11 മണിക്ക് പ്രസംഗം തുടങ്ങിയതാണ്. പ്രസംഗം നീണ്ട് 2 മണി കഴിഞ്ഞ് 2:30 ആയിട്ടും ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഇപ്പം നിങ്ങൾ ആലോചിച്ച്, ഇപ്പം എത്ര മണിക്കൂർ കൊണ്ട് പ്രസംഗിക്കുക പുള്ളി? 11, 12, 1, 2, 3.5 മണിക്കൂർ കൊണ്ടും പുള്ളി. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകളോടൊക്കെ ദൂത് പറയുന്നുണ്ട്. ഞാനിങ്ങനെ സൈഡിൽ ഇരിപ്പുണ്ട്. എന്നോട് അദ്ദേഹം, ഞാൻ മനസ്സിൽ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുക, കർത്താവേ ഒരു ദൂത് നൽകണേ, ഒരു ആശ്വാസം നൽകണേ. കാരണം അടുത്ത ദിവസം എന്ത് ചെയ്യണം? ഈ പണം കൊടുക്കണം. 2:30 ആയപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്തോട് നോക്കിയിട്ട് പറയാ, നിനക്ക് വേണ്ടിയുള്ള ചതുർബ്രഹ്മ പണം ഒളിപ്പിച്ച് വെച്ച മീൻ നിനക്ക് കിട്ടിയിരിക്കുന്നു. എൻ്റെ പ്രശ്നം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്തിനാണ് കരയുന്നതെന്നും അദ്ദേഹത്തിന് അറിയില്ല. എന്നിട്ട് അടുത്ത, ഇപ്പോൾ അത് പ്രവർത്തിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ അത് പ്രവർത്തിച്ച് ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ച് പറഞ്ഞ ഞാൻ ഉടനെ എൻ്റെ ടൈമിലോട്ട് നോക്കും. ഞാൻ വാച്ച് നോക്കി കൃത്യം 2:30 ദൂത് കേട്ടു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീണ്ടും ദൈവസ്ഥലം. അപ്പോൾ അദ്ദേഹം പ്രസംഗമൊക്കെ നടത്തി 3 മണി കഴിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ 2:30 നോക്കിയിട്ട് ഞാൻ ഫോൺ അങ്ങ് താത്തു വെച്ചു. ഞാൻ ദൈവസ്ഥലിരുന്നു. യോഗം കഴിഞ്ഞ് ഞാൻ മൊബൈൽ തുറന്ന് നോക്കുമ്പോൾ 2:35 ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 3 മണിക്ക് വിളിച്ചിരിക്കുന്നു. പിന്നെ ഞാൻ മെസ്സേജിലോട്ട് നോക്കിയപ്പം 3 മണിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നു. ഞങ്ങളുടെ ജോണച്ചായനാണ് ബാംഗ്ലൂരിൽ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ജാലഹള്ളി AG ചർച്ചിൻ്റെ മീറ്റിംഗിന് വന്നപ്പോൾ അദ്ദേഹത്തെ കാണാനിടയായി. അതേ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുക, പാസ്റ്റേ
പാസ്റ്റർക്ക് ആവശ്യമുള്ള പണം മുഴുവനും ഞാൻ ഇട്ടിട്ടുണ്ട്. 1-2 അല്ല കേട്ടോ, 1-2 ലക്ഷം അല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആ ഫോൺ എടുത്തിട്ട് ദൈവത്തെ ഉറക്കെ അങ്ങ് സ്തുതിച്ചു. ഹലോ, ഉടനടി നിവർത്തീകരിക്കുന്ന പ്രവചനം. ഹല്ലേലൂയ. ഞാൻ അടുത്ത ദിവസം ഞാൻ ചെക്ക് എഴുതി മറ്റേ ദൈവദാസന് കൊടുത്തു. ഞാൻ ഈ പറഞ്ഞു വന്നത്, ഇന്ന് രാവിലെ നീ വിശ്വസിക്കുന്നുണ്ടോ? ഉടനടി നടക്കുന്ന ചില പ്രവചനത്തിന്റെ വിടുതൽ. ആമേൻ. എത്ര പേർക്ക് പറയാൻ കഴിയും? ഞാൻ പ്രവാചകനല്ല, പക്ഷേ ഇന്ന് രാവിലെ ചിലരെ നോക്കി ഞാൻ പറയുന്നു, ഈ ആലയം വിട്ടു പോകുന്നതിന് മുൻപ് നിനക്കൊരു പ്രവൃത്തി ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ഭാരത്തിന്റെ മേൽ, നിന്റെ കണ്ണുനീരിന്റെ മേൽ, നിന്റെ കരച്ചിലിന്റെ മേൽ ഒരു ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുന്നു എന്ന് അതരങ്ങൾ തുറന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? ശക്തമായി ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഈ ക്യാമ്പസ് വിടുന്നതിന് മുൻപ് എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഏതെങ്കിലും ഒരു ഫാൻഡം വേടി കൊണ്ടുപോകുകയല്ല. ഞാൻ ശക്തമായി വിളിച്ചു പറയുന്നു, ഉടനടി നടക്കുന്ന ഒരു വിടുതൽ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ദൈവദാസനെ, ദൈവദാസി, നീ ഇന്ന് രാവിലെ കരഞ്ഞ വിഷയത്തിന്റെ മേൽ ഉടനടി ഒരു വിടുതൽ അയക്കുന്ന ദൈവത്തിന്റെ മഹത്വം ഇപ്പോ തന്നെ വെളിപ്പെട്ടു വരികയാണ്. Praise the Lord. Hallelujah. എന്താ ഉടനടി നടന്ന പ്രവചനം? അസ്ഥികളെ നോക്കി പ്രവചിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. അത് ഉടനെ തന്നെ അവൻ നോക്കി നിൽക്കെ തന്നെ അത് സംഭവിച്ചു. കാറ്റുകളെ അവരുടെ മേൽ വന്ന് ഊതുക, ഉടനെ സംഭവിച്ചു. പക്ഷെ അടുത്ത പ്രവചനത്തിലേക്ക് വരിക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. ഈ ശുശ്രൂഷ, ഈ പ്രവചന ശുശ്രൂഷ നടക്കുന്നത് ബാബിലോണിലാണ്. ഇസ്രായേൽ മക്കളെ, അല്ലെങ്കിൽ ഇസ്രായേൽ രാജ്യത്ത് 2 ഇൻവേഷൻ നടന്നു. AD 700-കളിൽ അശൂർ രാജാവ് വന്ന് ഇസ്രായേൽ ഗോത്രത്തെ, 10 ഗോത്രത്തെ പിടിച്ചോണ്ട് പോയി. അവരെ മുഴുവനും, സെൻഹരീബ് വന്ന് അവരെ മുഴുവനും വൈപ്പ് ഔട്ട് ചെയ്തു. ദൈവത്തിന് സ്തോത്രം ചെയ്തു. അതിനുശേഷം ശേഷിച്ചിരുന്ന യഹൂദാ ഗോത്രം, അവര് ദാവീദിന്റെ പിന്തുടർച്ചയിലുള്ള ഗോത്രമാണ്. ഹല്ലേലൂയ. ആ ഗോത്രത്തെ ബാബിലോണിൽ നിന്ന് വന്ന് അവരെ ആക്രമിച്ചു. 3 ആക്രമണങ്ങൾ നടന്നിരുന്നു. ഒന്നാമത്തെ ആക്രമണത്തിലാണ് ദാനിയേലിനെ ഒക്കെ കൊണ്ടുപോയത്. 2ാമത്തെ ആക്രമണം. 3ാമത്തെ ആക്രമണത്തോടു കൂടി യഹൂദയിലെ യെരുശലേമിനെ കംപ്ലീറ്റ് തകർത്തു. അങ്ങനെ ഇവരെ മുഴുവനും എന്ത് ചെയ്തിരിക്കുകയാണ്? ബാബിലോണിയ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയിരിക്കുക. അവിടെ ഈ യഹസ്കേലും എന്താണ്? ആ ബാബിലോണിയ പ്രവാസത്തിലെ പ്രവാചകനാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തെ, യഹൂദാ ജനത്തെ, ദൈവമക്കളെ നോക്കിക്കൊണ്ട് പ്രവചിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളെ ശവക്കുഴി തുറന്ന് കയറ്റി. ഹല്ലേലൂയ. 3 പ്രവചനം നിങ്ങൾക്ക് കാണാൻ കഴിയും. 1, ശവക്കുഴി തുറക്കും. 2, ശവക്കുഴി തുറന്ന് നിങ്ങളെ കയറ്റും. 3, ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകും. ഒരാമയും പറഞ്ഞേ, ശക്തിയോടെ ആമയും പറഞ്ഞേ. ഹല്ലേലൂയ. ഈ ശവക്കുഴിയിൽ എന്തെങ്കിലും പ്രത്യാശയുണ്ടോ?
എൻ്റെ കൂടെ വാ. എന്തെങ്കിലും പ്രത്യാശയുണ്ടോ? ഞാനങ്ങ് സ്പീഡേ പോയാൽ ഒന്നും നിങ്ങളുടെ തലയിൽ കയറത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ സ്ലോയിൽ പോകുന്നത്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്വാസം വിട്ടിരുന്നേ. നിങ്ങൾ ചിലരൊക്കെ ഇങ്ങനെ മാസിയിലൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നു. ഒന്ന് ശ്വാസം വിട്ട് നിങ്ങൾ ഈ വചനം കേൾക്കുക. ഈ വചനം അങ്ങോട്ട് ഏറ്റെടുക്കുക. വചനം ഏറ്റെടുത്ത് കഴിയുമ്പോൾ അകത്തൊരു ഇന്നർ ഹീലിംഗ് നടക്കും. നിങ്ങളൊന്ന് റിസീവ് ചെയ്യാൻ തയ്യാറായാൽ മതി. ശക്തമായൊരു വചനമാണ് ഞാൻ സംസാരിക്കുന്നത്. വചനത്തിന് ശക്തിയുണ്ടെന്ന് ദൈവദാസൻ പ്രസംഗിച്ച് കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിങ്ങൾ നോക്കേ, ഈ ശവക്കുഴി തുറക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അവസ്ഥയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അവിടെ നിങ്ങൾ 11-ാം വാക്യം വായിച്ചു. ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമാകുന്നു, ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം. ആ ജനം തന്നെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. എന്താണ്? ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല. കുറച്ചുകൂടെ പറഞ്ഞ, ശവക്കോട്ടയിൽ എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ? ഇന്നുവരെ ഒരു പ്രത്യാശയ്ക്കും വകയില്ലാത്തൊരു സ്ഥലമാണ് ഏത്? ശവക്കോട്ട. ദൈവത്തിന് സ്തോത്രം. ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു ചുമതലയിൽ ആണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അപ്പോൾ ഈ ചുമതലയിൽ വന്ന ശേഷം ഞാൻ ധാരാളം പേരെ അടക്കിയിട്ടുണ്ട്. ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. 4 വയസ്സുള്ള ഒരു കുഞ്ഞു മുതൽ 98 വയസ്സുള്ള അപ്പച്ചന്മാരെ വരെ ഞാൻ അടക്കിയിട്ടുണ്ട്. 100 കണക്കിന് ആൾക്കാരെ ഞാൻ അടക്കി കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ സ്ഥലത്ത് ശവക്കോട്ടയിൽ വരുമ്പോൾ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. അവിടെ കരച്ചിലേ ഉള്ളൂ, കണ്ണുനീരേ ഉള്ളൂ, നിലവിളിയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തി അടക്കിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം തിരികെ വരുമെന്ന് പ്രതീക്ഷയില്ല. എന്നാൽ ഇന്ന് ആ പ്രതീക്ഷകൾക്ക് വിപരീതമായി ഒരു ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. നീ പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ ശവക്കുഴിയിൽ ഒടുങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഞാൻ നിന്റെ ശവക്കുഴി തുറന്ന് നിന്നെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി, ഹല്ലേലൂയ, നിന്റെ വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകും. ഞാൻ പറയുന്ന എത്ര ഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് രാവിലെ സകല പ്രതീക്ഷയും കൈവിട്ടിട്ട് ഒരു മറുപടിയും കിട്ടില്ലെന്ന് പറഞ്ഞ ചിലരെ നോക്കി പറയുന്നു, നിന്റെ സ്ഥിതി മാറാൻ പോകുകയാ, നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരാൻ പോകുകയാ. തീരെ മുടിഞ്ഞെന്ന് നാട്ടുകാര് പറഞ്ഞ, വീട്ടുകാര് പറഞ്ഞ, കൂടെ ഉള്ളവർ പറഞ്ഞ ചില തലങ്ങൾക്ക് ദൈവം ഈ വർഷം മാറ്റം വരുത്താൻ പോകുകയാ. അതരങ്ങ് തുറന്നു ശക്തിയോട് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. നിന്നെ നോക്കി വിധിച്ച അല്ല, യാഥാർത്ഥ്യം തന്നെയാണ്. നീ തീരെ മുടിഞ്ഞുപോയി, പ്രത്യാശയ്ക്ക് ഒരു വകയുമില്ല. ശവക്കുഴിക്കകത്ത് പോയതുപോലെ നീ മറക്കപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ ഇന്ന് രാവിലെ വചനം അയച്ച് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വന്ന്, നിന്റെ തലമുറയിലേക്ക് ഇറങ്ങി വന്ന് അവൻ കയറ്റാൻ പോകുകയാ. Praise the Lord, praise the Lord, praise the Lord, praise the Lord. അതരങ്ങ് തുറന്നു ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. Praise the Lord. Hallelujah. ഞാൻ ഈ ശവക്കോട്ടയിൽ നിന്ന് ഈ പ്രസംഗിക്കുമ്പോഴൊക്കെ യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രത്യാശ. എന്നാലും ചിലരുടെ മുഖത്ത് നിരാശകൾ കാണാറുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ നിരാശ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ വചനം പറയുകയാണ്, നിങ്ങളുടെ ശവക്കുഴി തുറക്കും. രാമേൻ പറഞ്ഞേ, ശവക്കുഴിക്കകത്ത് എന്താ കിടക്കുന്നത്? ചീഞ്ഞതാണ്. ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥലമാണ്.
പ്രാർത്ഥിച്ച് മറന്നു കളഞ്ഞ ചില വിഷയങ്ങൾ ഈ വർഷം അവിടെ കയറി വരുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? രാമേൻ പറഞ്ഞേ നീ പ്രാർത്ഥിച്ച് മറന്നു കളഞ്ഞ ചില വിഷയമുണ്ട്, ഇനി നടക്കത്തില്ലെന്ന് നീ ഉപേക്ഷിച്ച ചിലതിനെ കർത്താവ് കരം പിടിച്ചുയർത്താൻ പോകുകയാണ്. ഈ ലാസറിൻ്റെ കല്ലറയ്ക്കലേ യേശു വന്നു അല്ലേ? യേശു അങ്ങോട്ട് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ തന്നെ ശിഷ്യന്മാർ വിലക്കി, കർത്താവേ നീ അവിടെ പോകണ്ട, ഇപ്പം തന്നെ യഹൂദന്മാർ കല്ലെറിയാൻ തീരുമാനിച്ചിരിക്കുക. പ്രിശലോ ഉടനെ കർത്താവ് പറഞ്ഞു, നമ്മുടെ ലാസർ നിദ്ര പ്രാപിച്ചിരിക്കുക, അവനെ ഉണർത്താൻ പോവുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യഹൂദന്മാർക്ക് അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് ഇതങ്ങോട്ട് മനസ്സിലായില്ല. പല ആത്മീക ഭാഷകളും നമുക്കും മനസ്സിലാവില്ല. പക്ഷെ കർത്താവ് പറയുന്നതിനൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ നോക്കിയ കർത്താവിന് ലാസറിനോട് സ്നേഹമുണ്ടോ? സ്നേഹമുണ്ട്. അവരെ സ്നേഹിച്ചെന്ന് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സ്നേഹിച്ചെങ്കിൽ കർത്താവ് 4 ദിവസം താമസിക്കേണ്ട കാര്യമുണ്ടോ കുഞ്ഞേ? ഹല്ലേലൂയ. എന്താ ഈ സഹോദരിമാരെ ലാസർ സൗഖ്യമില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും വിവരം അറിയിച്ചതാ. പക്ഷെ കർത്താവ് വന്നോ? താൻ ഇവിടെ ഇരുന്നോ? അവിടെ 2 ദിവസം കൂടെ പാർത്തു. അവിടെ ഇരുന്നു കൊണ്ട് കർത്താവ് പറഞ്ഞാൽ കേൾക്കത്തില്ല സഹോദരി. കർത്താവ് ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് ലാസറെ എഴുന്നേക്കെന്ന് പറഞ്ഞാൽ ലാസറങ്ങ് എഴുന്നേക്കത്തില്ലേ? കർത്താവ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷപാതക്കാരനെ എഴുന്നേൽപ്പിക്കാൻ, ആ റോമൻ ആ പടയാളിയുടെ ദാസനെ എഴുന്നേൽപ്പിക്കാൻ, കർത്താവിന് ശതാധിപൻ്റെ ദാസനെ എഴുന്നേൽപ്പിക്കാൻ 1 സെക്കൻഡ് മതിയായിരുന്നു അല്ലേ? ആ കനാന്യ സ്ത്രീയുടെ മകളെ സൗഖ്യമാക്കാൻ 1 സെക്കൻഡ് മതിയായിരുന്നു. കർത്താവ് പറഞ്ഞ പ്രത്യേക പദം എഴുതിയിട്ട് ആ നാഴികയിൽ തന്നെ അവർ സൗഖ്യം പ്രാപിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷേ ആ നാഴികയിൽ പോകട്ടെ 2 ദിവസം കഴിഞ്ഞിട്ടും എന്ത് നടന്നില്ല? ഒരു വിടുതലും നടന്നില്ല. അവരുടെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കുക, യേശുവിനെ ക്ഷണിച്ചിരിക്കുകയാണ്. യേശു വന്നിട്ടില്ല. കൂടെ ഈ വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നതാണ്. കർത്താവിനെ അറിയിച്ചു, കർത്താവ് വരുമെന്നുള്ള പ്രതീക്ഷ ഇരിക്കുക. ഞാൻ ആ വീട്ടിലോട്ട് നോക്കുമ്പോൾ മറിയയും മാർത്തയും ലാസറിനെ അല്ല നോക്കുന്ന, റോഡിലോട്ടാണ് നോക്കുന്നേ. കാര്യം എന്തറിയാവോ? അവിടെ നാഥൻ വരും, എൻ്റെ സഹോദരനെ സൗഖ്യമാക്കും. അവർക്ക് അവിടെ നോക്കാനുള്ളൂ. അപ്പോഴും ലാസർ ഇവിടെ ചക്രശ്വാസം വലിച്ചുകൊണ്ട് കിടക്കുക. അവസാനത്തെ ശ്വാസം വിടാൻ നേരത്ത് ചിലപ്പോൾ ലാസർ ചോദിച്ചു കാണാം, മാർത്തേ മറിയേ, നമ്മുടെ കർത്താവ് വന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ എത്ര നിരാശയോടെയാണ് അവൻ മരണത്തിലേക്ക് പോയത്. ഹല്ലേലൂയ. വീണ്ടും നിങ്ങൾ നോക്കിയേ, ആ സഹോദരിമാർ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുക. ഈ മരിച്ചവൻ്റെ ബോഡി കട്ടിലേക്ക് കിടക്കുക. അവർ പറയുക, യായിറോസിൻ്റെ വീട്ടിൽ വന്ന കർത്താവ് യായിറോസിൻ്റെ മകളെ എഴുന്നേൽപ്പിച്ചതുപോലെ മണിക്കൂറുകൾക്കുള്ളിൽ ഇവനെ എഴുന്നേൽപ്പിക്കും. പക്ഷെ സമയം മുന്നോട്ട് പോയി, ആരും വന്നില്ല. ശവമഞ്ചം എടുക്കണമെന്ന് അവിടെയുള്ള ആളുകൾ സന്ധിക്കുമ്പോൾ അടക്കണം. അതാണ് അവിടുത്തെ പ്രമാണം. ആ ഒരു പ്രമാണമാണ് മുസ്ലിങ്ങളും കൈപിടിച്ചിരിക്കുന്നത്. വൈകുന്നേരത്ത് മുമ്പേ അവരത് അടക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഇനി യേശുവിനെ നോക്കണ്ട, നമുക്ക് കൊണ്ടുപോകാം. പക്ഷേ ഈ സഹോദരിമാർ നടക്കുമ്പോൾ പട്ടണത്തിൻ്റെ പുറത്തോട്ട് പോകുമ്പോൾ ഇവരുടെ പ്രതീക്ഷ എന്തെന്നറിയാമോ? നയീനയിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച കർത്താവ് പട്ടണവാതിക്കൽ വന്ന് എൻ്റെ സഹോദരനെ എഴുന്നേൽപ്പിക്കും. അവിടെയും അവനെ കണ്ടില്ല. അവരുടെ ഹൃദയത്തിനകത്ത് മുഴുവനും നിരാശയായി. ആ ശവത്തെ എടുത്ത് ആ കല്ലറയ്ക്കകത്ത് വെക്കുമ്പോഴും അവർ പ്രതീക്ഷിച്ചു, വന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ അടക്കി കഴിഞ്ഞു. 4 ദിവസം കഴിഞ്ഞാണ് ആര് വരുന്നത്? യേശു വരുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ ലാസർ ഭൂമിക്ക് മുകളിലില്ല. ലാസർ ഇപ്പോൾ ഭൂമിക്ക് മുകളിൽ ഇല്ല.
എന്നെ അടക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആരും വന്ന് അവിടെ നോക്കില്ല. ഹല്ലേലൂയ. കാരണം ഞാൻ ഈ ഭൂമിക്ക് മുകളിലില്ല എന്ന യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നോക്കിയേ, ഭൂമിക്ക് മുകളിലില്ലാത്ത ഒരുത്തന് വേണ്ടിയാണ് ആര് വരുന്നത്? യേശു വരുന്നത്. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ഈ ഭൂമിക്ക് മുകളിൽ ഇല്ലാത്ത ഒരുത്തനെ വിടുവിക്കാൻ ആരാ വരുന്നത്? ഹല്ലേലൂയ. എൻ്റെ യേശു അല്ലാതെ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. മാർത്തയും മറിയയും അവരുടെ പ്രതീക്ഷ മുഴുവനും അവസാനിച്ചപ്പോ അവരുടെ സഹോദരനെ അടക്കിയ അതേ സ്ഥലത്ത് എൻ്റെ യേശു വരികയാണ്. എന്തിനാ കർത്താവ് പറഞ്ഞത്? എന്താ കർത്താവ് പറഞ്ഞെന്നറിയാമോ? ആ കല്ലൊന്ന് ഉരുട്ടി മാറ്റിയ കുഞ്ഞേ എന്നല്ലേ കർത്താവ് അവരെ നോക്കി പറഞ്ഞത്. ഇന്ന് രാവിലെ ചിലരെ നോക്കി ഞാൻ ശക്തമായി പറയുന്നു, നീ ഉരുട്ടി വെച്ച ചില കല്ലുകൾ വിടുതലിന് തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ, അത് ഉരുട്ടി മാറ്റാൻ നീ തയ്യാറാണെങ്കിൽ ഞാൻ ശക്തമായി വിളിച്ചു പറയുന്നു, മൺമറഞ്ഞ ചിലത് പുറത്തു വരാൻ പോകുകയാ. നീ പ്രാർത്ഥിച്ചുപേക്ഷിച്ചതിന് പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ അതരങ്ങ് തുറന്ന് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് ഇന്ന് രാവിലെ ഞാൻ ശക്തമായി ദൂത് വിളിച്ചു പറയുന്നു, നീ ഉരുട്ടി വെച്ച നിന്റെ പാപത്തിന്റെ കല്ല്, ജഡത്തിന്റെ കല്ല്, ഹല്ലേലൂയ, ഇന്ന് രാവിലെ വചനത്തിന് വിരുദ്ധമായ അശുദ്ധിയുടെ കല്ല് നീ ഉരുട്ടി മാറ്റാൻ തയ്യാറാണോ? അകത്തു ജീവൻ വ്യാപരിക്കാൻ പോകുകയാ. നമ്മൾ ചിന്തിക്കും, ചില വിടുതൽ നടക്കണമെങ്കിൽ നമ്മൾ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനല്ല. വിടുതൽ നടക്കണമെങ്കിൽ നമ്മൾ വെച്ച ചില കല്ലുകൾ മാറ്റണം. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ചിലത് ഉരുട്ടിക്കളയാൻ പറഞ്ഞാൽ ഉരുട്ടിക്കളയണം. ചിലത് ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ഉപേക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സഹോദരിയുണ്ട്. ഞങ്ങൾ ആ സഭയിൽ ശുശ്രൂഷിക്കാൻ ചെന്നു. അവർക്ക് ഒരു വിടുതലുമില്ല. അവരുടെ ഭർത്താവ് 5 വർഷമായി വിദേശത്തുനിന്ന് വന്നിട്ട്. അപ്പോൾ എപ്പോഴും എൻ്റെ അടുക്ക് വന്നിട്ട് പറയും, പാസ്റ്റേ 5 വർഷമായി എൻ്റെ ഭർത്താവിനെ കണ്ടിട്ട്. വിളിക്കും, സംസാരിക്കുകയൊക്കെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അപ്പം ഞാൻ അവിടെ സഭയിൽ ശുശ്രൂഷിക്കാൻ ചെന്ന സമയമാണ്. ശ്രദ്ധിച്ചപ്പോൾ അവിടെ അമ്മാവിയമ്മയും ഇവളും തമ്മിൽ ഭയങ്കര ഉടക്കാണ്. ഹല്ലേലൂയ. ഞാൻ അവളോട് പറഞ്ഞു, കുഞ്ഞേ, നിന്റെ അമ്മാവിയമ്മയോട് നിരപ്പ് പ്രാപിക്കാൻ പറ്റുമോ? ഉടനെ അവൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, അവർ ചെയ്ത പ്രവൃത്തി, ഞാനിപ്പോൾ വാടക വീട്ടിൽ കിടക്കുകയാണ്. എനിക്കും എൻ്റെ ഭർത്താവിന് നേരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട അമ്മാവിയമ്മയോട് ഞാൻ എങ്ങനെ ക്ഷമിക്കുന്നേ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, വചനം നിന്നോട് പറയുന്നത് അങ്ങനെയാണ്. നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ? ഹലോ, ഇതിനകത്ത് ക്ഷമിക്കാൻ പറ്റുന്നവരോട് ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ ചില വിടുതലുകളിനകത്ത് നടക്കും. രാമൻ പറഞ്ഞാട്ട് ഹല്ലേലൂയ. ക്ഷമിക്കാൻ ഇന്ന് രാവിലെ തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇവിടെ ശുശ്രൂഷിക്കാൻ വന്ന ഈ ഡിക്സനല്ലേ, ഈ സഭയിൽ ഞാനിവിടെ ശുശ്രൂഷിക്കാൻ വന്നപ്പോൾ നടന്നൊരു സംഭവമുണ്ട്. ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറകിൽ ഭയങ്കര ആത്മപകർച്ച. ക്ഷമിക്കാൻ പറഞ്ഞപ്പോൾ ഒരു സഹോദരി ഒരു സൈഡിൽ നിന്ന് വന്ന് തൻ്റെ അമ്മാവിയമ്മയുടെ കൈക്ക് പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് കണ്ട് ആളുകൾ ഞെട്ടി. വർഷങ്ങൾ അവർ തമ്മിൽ മിണ്ടാതിരിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ഉണ്ണാൻ ചെന്നപ്പോൾ ഒരു വീട്ടിലോട്ട് ചെന്നു. സാധാരണ ഒരു മതിലിൻ്റെ അല്പം പൊക്കം ഉണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ മതിലൊരു സാധാരണ പൊക്കേ ഉള്ളൂ.
പക്ഷേ ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ട്, അവരുടെ ഒരു വശത്തെ മതിൽ ഭയങ്കര പൊക്കമാണ്. ഞാൻ അകത്തോട്ട് കയറി ചെന്നപ്പോൾ ഉണ്ട്, ഒരമ്മ അവിടെ ഇരിക്കുന്നു. ഉടനെ ഡിക്സൺ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററെ ഇന്ന് നടന്ന ഏറ്റവും വലിയ അത്ഭുതമാണ്, വർഷങ്ങളായി മിണ്ടാതിരുന്ന അമ്മാവിയമ്മ ഈ വീട്ടിലിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പുറത്തെ സഹോദരങ്ങൾ തമ്മിൽ മിണ്ടാതിരിക്കുന്നതാണ് അവിടുത്തെ പ്രശ്നം. അന്ന് അതിനൊരു പരിഹാരം വന്നു. ഈ ദൈവസഭയ്ക്കകത്തിരിക്കുന്ന ആളുകളോട് പറയട്ടെ, നിങ്ങൾക്കാരോടെങ്കിലും കയ്പുണ്ടെങ്കിൽ, പകയുണ്ടെങ്കിൽ, പിണക്കമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വിട്ടുകളയാൻ തയ്യാറായാൽ ഹല്ലേലൂയ, ഇതിനകത്ത് ചില വിടുതലുകൾ നടക്കും. ഒരാമയും പറയാൻ എത്ര പേർക്ക് കഴിയും? ശക്തമായി ദൈവത്തെ മഹത്വപ്പെടുത്താൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. ഹല്ലേലൂയ മാത്രം പറഞ്ഞാൽ പോരാ, നമ്മളത് ചെയ്യാനും കൂടെ തയ്യാറാകണം. ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ സഹോദരിയോട് ഞാനിത് പറഞ്ഞു. അപ്പോൾ ആ ഞായറാഴ്ച ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ആ ഞായറാഴ്ച അവൾ ചെന്ന് അമ്മാവിയമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തു. അവൾ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അവരത് സ്വീകരിച്ചില്ല. കാരണം അമ്മായിമ്മ കുറച്ചുകൂടെ കട്ടിയുള്ള മനസ്സാണ്. അവരത് സ്വീകരിച്ചില്ല. പക്ഷെ അവൾ ഹൃദയംഗമായി എന്തു ചെയ്തു? ഈ അവിടെ തെറ്റ് അല്ലെങ്കിൽ അവിടെ ഭാഗത്തെ വീഴ്ച ഏറ്റു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്താ സംഭവിച്ചെന്നറിയാമോ? 3 ആഴ്ചകൾ കഴിഞ്ഞ് അവിടെ ഭർത്താവിനോട് അവിടെ അറബി ചോദിച്ചു, നിൻ്റെ ഭാര്യയെ കണ്ടിട്ട് എത്ര നാളായി? അവൻ പറഞ്ഞു 5 വർഷമായി. ഞാൻ അവൾക്ക് വിസ നൽകാം, അവളെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവരണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 5 വർഷം പരസ്പരം കാണാതിരുന്ന ഭാര്യയെയും മകളെയും പോയി സ്പെഷ്യൽ അവധിയെടുത്ത് ആ മകളെയും കൂട്ടി സൗദിയിലേക്ക് അവരെ കൊണ്ടുപോയി. നോക്കിയേ, ഒരു തടസ്സം ഏറ്റുപറയാനുള്ള ഒരു വിഷയം അവരോട് പറഞ്ഞപ്പോൾ, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറായപ്പോൾ നടന്ന വിടുതലിനെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളെ തിരുത്തുമ്പോൾ നിങ്ങൾ മനസ്സോടൊന്ന് ഏറ്റെടുക്കാൻ തയ്യാറായാൽ ചില വിടുതലുകൾ ഇതിനകത്ത് നടക്കും. അതിന് വന്നൊരാൾ തലയെ കൈവച്ച് ദൂതൊന്നും പറയണ്ട കേട്ടോ. ഈ രാവിലെ നിങ്ങളുടെ തലയെ കൈവച്ച് ദൂത് പറഞ്ഞില്ലെങ്കിലും ചില കയ്പും ചില വിഷമതകളും ഇന്ന് രാവിലെ ഉരുട്ടി മാറ്റാൻ തയ്യാറാണോ? രാമയും പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ശക്തമായി വ്യക്തിപരമായി ഇടപെടുന്നു എന്ന് ഞാൻ ഹല്ലേലൂയ ശക്തമായി നിങ്ങളോട് വിളിച്ചു പറയട്ടെ. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ന്യായം 100% നിങ്ങളുടെ ഭാഗത്താണെങ്കിലും ഒരു ദൈവപ്രവൃത്തി നടക്കേണ്ടതിന് വിട്ടുകൊടുക്കാൻ തയ്യാറുള്ളവർ എത്ര പേരുണ്ട്? ഒന്നുകൂടെ ഞാൻ പറയാം, ന്യായം 100% നിന്റെ ഭാഗത്താ. പക്ഷെ ഇന്ന് രാവിലെ നിന്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി നടക്കേണ്ടതിന് ഒന്ന് വിട്ടുകൊടുക്കാൻ ഹല്ലേലൂയ അത് നീ തയ്യാറാണെങ്കിൽ ഞാൻ പറയുന്നു, ഇന്ന് രാവിലെ നിന്റെ ശവക്കുഴി തുറന്ന് നിന്നെ കയറ്റുന്ന ദൈവകൃപ ഇതിനകത്ത് വ്യാപരിക്കാൻ പോകുകയാ. അതരങ്ങ് തുറന്നു ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് നാറ്റം വെച്ച ചില മണ്ഡലങ്ങളെ, ഹല്ലേലൂയ പഴകിയ ചില മേഖലകളെ, ഹല്ലേലൂയ പഴക്കം വന്ന ചില തലങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ തുറന്ന് അതിനകത്ത് ഒരു ജീവൻ വെപ്പിച്ച് ഒരു പ്രവൃത്തി അയച്ച് അതിനെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നുണ്ടോ സഹോദരി? വിശ്വസിക്കുന്നുണ്ടോ സഹോദര? ഇന്ന് രാവിലെ ആത്മാവിന്റെ പ്രവൃത്തി ഈ ആലയത്തിനകത്ത് ശക്തിയോടെ വെളിപ്പെട്ട് വരട്ടെ, വെളിപ്പെട്ട് വരട്ടെ. ശക്തമായി ദൈവത്തെ ആരാധിച്ചാട്ട്, ശക്തമായി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ശബര ഹത്തര ബൗഡ നാര ഹത്തര ദിയാലബ. ഹല്ലേലൂയ. ഈ പലർക്കും ഇതിന്റെ രഹസ്യമാണ് അങ്ങോട്ട് അറിയില്ല. നമ്മുടെ ജീവിതത്തിൽ തിരുത്തേണ്ടത് തിരുത്തണമെന്ന് പറയുമ്പോൾ ചിലർക്ക് എന്തില്ല, അതങ്ങോട്ട് മനസ്സിലാവില്ല. കഴിഞ്ഞ ദിവസം ഞാൻ സഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുമ്പിലിരുന്നൊക്കെ അമ്മച്ചി എന്നോട് പറയും, അമ്മച്ചി എന്നൊരു കമൻറ്റ് അവർക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ദൈവം പറഞ്ഞാൽ ചെയ്യാം. അതിനർത്ഥം
പാസ്റ്റർ പറഞ്ഞ് ചെയ്യത്തില്ല, ദൈവം പറഞ്ഞ് ചെയ്യും. എന്തർത്ഥം? നമ്മൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ വേദവസമല്ലേ? കർത്താവല്ലേ പറഞ്ഞിരിക്കുന്നത്? ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ക്ഷമിക്കണമെന്ന് പറഞ്ഞത് വചനം. ഈ വചനത്തിൽ എഴുതിയത് വീണ്ടും എടുത്തു പറയുന്ന കാര്യമില്ല. നിങ്ങളെ ചൂണ്ടിക്കാണിക്കും പരിശുദ്ധാത്മാവ്. പ്രൈസലോ. ചിലർ പറയുന്ന ഞങ്ങളോടങ്ങ് നേരിട്ടിടപെടട്ടെ. ഹല്ലേലൂയ. വചനത്തിൽ നിന്നോട് പറയുന്നു, നിന്റെ സഹോദരനോ നിന്റെ എന്താ നിനക്ക് നേരെ എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നീ എന്തു ചെയ്യണം? അങ്ങനല്ലേ വചനം എഴുതി വെച്ചിരിക്കുന്നേ? മത്തായി സുവിശേഷത്തിലെ ആ വാക്കൊന്ന് എടുത്ത് വായിച്ചേ. ഹല്ലേലൂയ. ആ വാക്കൊന്ന് എടുത്തേ. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ചോർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. ഞാൻ പറയുന്നത് എത്രവർക്ക് മനസ്സിലായി? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് എത്രവർക്ക് മനസ്സിലായി? എല്ലാവരും എൻ്റെ മുഖത്തോട്ട് നോക്കി. എല്ലാവരും എൻ്റെ മുഖത്തോട്ട് നോക്കി. ഈ ഉപവാസ പ്രാർത്ഥന തുടങ്ങിയിട്ട് 4 ദിവസമായി. പണ്ടാണെങ്കിൽ ഉപവാസ പ്രാർത്ഥന തുടങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം ഒരു ശുശ്രൂഷയുണ്ട്. കേട്ടിട്ടുണ്ടോ? നിരപ്പിൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞൊരു ശുശ്രൂഷയുണ്ട്. പക്ഷെ ഇന്ന് അത് സഭയിലില്ല. അതിന് പകരം എന്താണ്? തടുത്തുകൂട്ടുന്ന ഒരു പരിപാടിയാണ്. ഹല്ലേലൂയ. എങ്ങനെ ഇളകിക്കിടക്കുന്നുവോ അതിനനുസരിച്ചങ്ങ് എന്ത് ചെയ്യാണ്? പോകുക. ദൈവത്തിന് സ്തോത്രം ചെയ്യും. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യം, ചില കല്ലുകളൊന്ന് മാറ്റാൻ പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. ഹല്ലേലൂയ. ഈ ഏലിയാവ് കർമ്മേലിലോട്ട് ചെന്ന് ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠത്തിലല്ല യാഗമർപ്പിച്ചത്. ഫസ്റ്റിൽ എന്താ ചെയ്ത കുഞ്ഞെ? എന്താ ചെയ്തേ? ആ യാഗപീഠം ഒന്ന് പണിതു. എങ്ങനെ പണിതേ? ഇഷ്ടമുള്ള രീതിയല്ല പണിതേ. ഇസ്രായേൽ ഗോത്രത്തിന് ഒത്തവണ്ണം. ഹല്ലേലൂയ. രൂബേൻ, അങ്ങനെ ഓരോരുത്തർക്കും ഇരിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അതിനനുസരിച്ച് എന്ത് ചെയ്തു? അവര് പണിതു. അതുവരെ ഈ കല്ലുകൾ എങ്ങനെ കിടക്കുകയായിരുന്നു? ചിതറിക്കിടക്കുകയായിരുന്നു അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഈ ചിതറിക്കിടക്കുന്ന അതിൻ്റെ മുകളിൽ യാഗം അർപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഏലിയാവ് യാഗമർപ്പിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ചെയ്തത് തമ്മിൽ എന്ത് ചെയ്തു? അത് കൂട്ടിയിണക്കി. ഹലോ, ഇന്ന് രാവിലെ എത്ര പേർ എൻ്റെ കൂടെയുണ്ട്? ദൈവസഭയിൽ വന്നിരിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നു, ശവക്കുഴി തുറന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ വിടുതലിന് തടസ്സമായി നിൽക്കുന്നത് എന്തിനേയും നീ മാറ്റാൻ തയ്യാറായാൽ, ഐക്യത ഉണ്ടാകേണ്ടിടത്ത് ഐക്യത വരുത്തി
യോജിപ്പ് വരേണ്ടിടത്ത് യോജിപ്പ് വരുത്തി, നിരപ്പാകേണ്ട മണ്ഡലത്തിൽ നിരപ്പ് വരുത്തി, ദൈവസന്നിധിയിൽ ക്രമീകരണം വരുത്താൻ തയ്യാറായാൽ, ഞാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ നിന്നെ ശവക്കുഴി തുറന്നു കൊണ്ടുവരും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അതരം തുറന്നു ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്, ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. ദൈവം പറഞ്ഞിരിക്കുന്ന എന്നെ ശവക്കുഴി തുറക്കുമെന്ന്. ഹല്ലേലൂയ. പ്രതീക്ഷയില്ലാത്ത സ്ഥലം തുറക്കുമെന്ന വചനം പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ചിലരെ നോക്കിയ ദൂത് പറയുക, നാളുകളായി അടഞ്ഞു കിടന്ന ചില മണ്ഡലങ്ങൾ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുക. പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? കഴിഞ്ഞ ചില നാളുകളായി അടഞ്ഞുകിടന്ന, ഇനി തുറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ചിലതിനെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുക. ഹല്ലേലൂയ. അത്ര ജീവനില്ലാത്തതിനെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ മുമ്പിൽ ഉരുട്ടി വെച്ച കല്ലിനെ ഒന്ന് ഉരുട്ടി മാറ്റാൻ നീ തയ്യാറാണോ? നോക്കിയേ, ആ കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞപ്പോഴല്ലേ മാർത്ത പറഞ്ഞത്, കർത്താവേ 4 ദിവസമായി നാറ്റം വെച്ചു. 2 റീസൺ പറയുക. എന്തൊക്കെയാ? 4 ദിവസമായി എന്ന് പറഞ്ഞ പഴകിയതാണ്. 4 ദിവസം എന്ന് പറയുന്നതിനൊരർത്ഥമുണ്ട്. അവരുടെ മുമ്പ് കർത്താവ് നടത്തിയ അത്ഭുതങ്ങൾക്കെല്ലാത്തിനും പിന്നിൽ അവർ റീസൺ പറഞ്ഞു. യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചപ്പോൾ പറഞ്ഞു, നയീനയുടെ വിധവയുടെ മകനെ ഉയർപ്പിച്ച് പറഞ്ഞു, അവിടെ ഒരു പാരമ്പര്യ വിശ്വാസം അനുസരിച്ച് ആത്മാവ് പെട്ടെന്നൊന്നും പോകത്തില്ല, അവിടെ ഇങ്ങനെ ശവക്കുഴിയിൽ ഇങ്ങനെ ചുറ്റി നടക്കുമെന്നൊരു ചിന്തയുണ്ട്. 4 ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് പോയി എന്നുള്ള പാരമ്പര്യമായ ഒരു വിശ്വാസം. ഹല്ലേലൂയ. ആരോടാ ഇവളീ വാദിക്കുന്നത്? ജീവന്റെ നാഥനോടാ വാദിക്കുന്നത്. സകലത്തെ ഉളവാക്കിയവനോടാണ് പറയുന്നത്. ഒറ്റ വാക്കുകൊണ്ട് തൻ്റെ ശ്വാസത്താൽ ഉളവാക്കിയവനോടാണ് ഇവൾ വാദിക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യനെ കൈകൊണ്ട് മെടഞ്ഞവനോടാണ് പറയുന്നത്. അവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതിയവനോട് ഈ പറയുന്നത്. 4 ദിവസമായി എന്ന് പറയുന്നത്. കുഞ്ഞെ, ഇന്ന് രാവിലെ നിന്റെ വാദം നിർത്ത്, നിന്റെ യുക്തി നിർത്ത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് വാദിക്കുന്ന ആ പരിപാടി നിർത്തിയിട്ട് കർത്താവിന്റെ വചനമൊന്ന് കേൾക്കാൻ തയ്യാറാകാൻ പരിശുദ്ധാത്മാവിൽ ആലോചന പറയുക. വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. ഹല്ലേലൂയ. നീ വാദിക്കാതെ, നിന്റെ യുക്തി പറയാതെ, ഇന്ന് രാവിലെ നിന്റെ യുക്തിക്കപ്പുറത്ത്, നിന്റെ വാദങ്ങൾക്കപ്പുറത്ത് നീ ഒരു അത്ഭുതം കാണാൻ പോകുക. വിശ്വസിക്കുന്നവർ അതരങ്ങൾ തുറന്ന് പറഞ്ഞാട്ട് ഞാനൊരു അത്ഭുതം കാണാൻ പോകുക. ഹല്ലേലൂയ. ശവക്കുഴിക്കകത്ത് ഒരു പ്രതീക്ഷയുമില്ല, എന്നാൽ ഇന്ന് രാവിലെ ആ ശവക്കുഴിക്കകത്ത് നിന്ന് ഒരു ജീവൻ വെക്കാൻ പോകുക. ലാസറിനെ കഥാവ് എന്താ ചെയ്തേ? ആ കല്ലങ്ങോട്ട് മാറ്റിയപ്പോ അവിടെ നിന്നവരെല്ലാം മൂക്ക് പൊത്തിയില്ലേ? കർത്താവ് മൂക്ക് പൊത്തിയോ? കർത്താവ് മൂക്ക് പൊത്തത്തില്ല. ഹല്ലേലൂയ. ആ കല്ലറ തുറന്നപ്പോൾ കർത്താവിൻ്റെ ഒരു വിളിയുണ്ട്. എന്താ പറഞ്ഞേ? ലാസറേ പുറത്തു വരിക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ചോദിക്കുന്നത്, കല്ലറക്കകത്തിരുന്ന ലാസറാണോ കേട്ടത്, പറുദീസയിലിരുന്ന ലാസറാണോ കേട്ടത്? കല്ലറക്കകത്തിരിക്കുന്ന ലാസർ പഴകിയതാ, ചീഞ്ഞതാണ്. അവന്റെ കോശം ഓരോ സെക്കൻഡും എന്ത് ചെയ്യുക? ജീർണിച്ചു കൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായോ? ലാസറേ പുറത്തു വരിക. കല്ലറക്കകത്തിരുന്ന ലാസറാണോ ശബ്ദം കേട്ടെ? അതോ അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിക്കുന്ന പറുദീസയിൽ ഇരിക്കുന്ന ലാസറാണോ കേട്ടത്? പറുദീസയിൽ ഇരുന്ന ലാസറാകട്ടെ.
പ്രൈസ് ദി ലോർഡ്. ഇനി കർത്താവിന്റെ ആ സംഭാഷണം നിങ്ങൾ നോക്കണം, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് നോക്കണം. ലാസറേ പുറത്തു വരിക. എത്ര സെക്കൻഡ് എടുത്തു? എത്ര സെക്കൻഡ് എടുത്തു? ഒരു സെക്കൻഡ് എടുത്തു എനിക്ക് തോന്നുന്നു. 2 സെക്കൻഡ്, മാക്സിമം 2 സെക്കൻഡ്. ഇത് പറഞ്ഞപ്പോ അബ്രഹാമിന്റെ മടി എന്നറിയപ്പെടുന്ന പറുദീസയിലിരുന്ന ലാസറിന്റെ ആത്മാവ് സഡനായി ആ ലാസറിന്റെ ശരീരത്തിൽ കയറി. അവന്റെ ശരീരത്തിലെ ചീഞ്ഞവസ്ഥ മാറി. അവന്റെ ശരീരത്തില് രക്തമോട്ടമുണ്ടായി. അവന്റെ ശരീരത്തില് അവയവങ്ങൾ ജീവൻ വെച്ച് അവൻ എഴുന്നേറ്റ് പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നോക്കി പറയുന്നു, ഒരു ഉടനെ ഉള്ള ഒരു വിടുതൽ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നടക്കുക. വിശ്വസിക്കുന്നവർ അതരം തുറന്ന് പറഞ്ഞാട്ടെ, അതരം തുറന്ന് പറഞ്ഞാട്ടെ, അതരം തുറന്ന് പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നോക്കിയേ, ദീനം വന്നവനായിട്ടാണ് ലാസർ മരിച്ചേ. അപ്പോൾ അവന്റെ ശരീരം എങ്ങനെയായിരുന്നു? ശരീരം ക്ഷീണിച്ച്, അല്ലേ? എന്തു ദീനമാണെന്ന് എഴുതിയിട്ടില്ല. നമുക്കൊരു ഉദാഹരണം പറയാം. ക്യാൻസർ പിടിച്ചാൽ മരിച്ചെന്ന് ചിന്തിച്ചേ, ഉദാഹരണമാണ്, അങ്ങനെ എഴുതിയിട്ടില്ല. ക്യാൻസർ വന്ന് 4th സ്റ്റേജ് വന്ന് ശരീരം മുഴുവനും കാർന്ന് തിന്ന് അവൻ ചത്തെന്ന് ചിന്തിക്കേ, അവൻ മരിച്ചു. പക്ഷേ ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ആ ക്യാൻസറിനോടാണോ അവൻ പുറത്തു വന്നേ? അല്ല. അവൻ പുറത്തു വരുമ്പോ പണ്ട് അവൻ എങ്ങനെ ആരോഗ്യമുണ്ടോ അതേ ആരോഗ്യത്തോടാണ് അവൻ പുറത്തു വരുന്നത്. ഞാൻ പറയുന്ന എത്രവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്? യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ മേൽ അവൻ്റെ സൗഖ്യം വ്യാപരിക്കാൻ പോകുകയാണ്. അവൻ്റെ സൗഖ്യം വ്യാപരിക്കാൻ പോകുകയാണ്. ഞാൻ ഇന്ന് രാവിലെ ഒരു നിയോഗത്തോടെ ഞാൻ പറയുന്നു, രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിന്റെ രോഗം എത്ര ജീർണിച്ചതാണെങ്കിലും, നിന്റെ രോഗം എത്ര പഴകിയതാണെങ്കിലും, നിന്റെ രോഗം എത്ര ചികിത്സ ഏൽക്കാത്തതാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ അതിന്റെ മേൽ സൗഖ്യം വ്യാപരിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ അതരങ്ങൾ തുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ലാസറിന്റെ ബലഹീനതയെ മാറ്റി, അവന്റെ ശരീരത്തിന്റെ ജീർണതയെ മാറ്റി, അവന്റെ ശരീരത്ത് ഒരു പുതിയ ജീവൻ കൊടുത്ത് പുറത്തു കൊണ്ടുവന്നതുപോലെ ഇപ്പോ തന്നെ ചിലമേൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുക. ദുരാബല ഹത്തര ബൗഡ മന ദരാ ദരാ ദിയാലബ ഓറബലബ ശംദ റബൗഡ രഗദ. ശക്തമായി ദൈവത്തെ ആരാധിച്ചാട്ടെ, ശക്തമായി ദൈവത്തെ ആരാധിച്ചാണ്. പോരാ പോരാ, ഒന്ന് ശക്തമായി ദൈവത്തെ സ്തുതിച്ചാട്ട്. അവന്റെ ശക്തി, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി, അവന്റെ വിടുവിക്കുന്ന ശക്തി ഇപ്പോ നിന്റെ മൺകൂടാരത്തിലേക്ക് വ്യാപരിക്കുന്നു, നിന്റെ ആധാര ഹൃദയത്തിലേക്ക് വ്യാപരിക്കുന്നു, നിന്റെ ശരീരത്തിലേക്ക് വ്യാപരിക്കുക. ശക്തമായി ആത്മാവിൽ ആരാധിക്കട്ടെ. വചനം ഏറ്റെടുത്ത് ആരാധിച്ചാട്ട്, വചനം ഏറ്റെടുത്ത് ആരാധിച്ചാട്ട്. അപരാധികന്തുരലഭ ശംദ രഗധരാദിയാലഭ അധരമ ഉടാര ഹതരാദിയാലഭ ഓരാബാര ഹത്തരാദ രൗഡമാന ദീഗദാര ബൗഡമാന ദരാദ രൗഡബാല ദീഗദാര ബൗഡബാര ഓ റിഗബലബ ശംബ രഗദര ബൗഡാരബ അദുരബലബ ശന്ദ രഗദരാദിയാലബ. ഓ രോഗത്താൽ ഭാരപ്പെടുന്ന ചില ജീവിതങ്ങളെ, ഓ മരണകരമായ ചില രോഗങ്ങൾ, മരണത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് വാദിക്കുന്ന ചില രോഗബന്ധനങ്ങൾ ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ അത് അഴിയപ്പെടുന്നു. നിന്റെ ശരീരത്തിന്റെ മേൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ
ചില മുഴ പോലുള്ള സൃഷ്ടികൾ ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ അതിനെ ഇന്ന് രാവിലെ ശാസിക്കുകയാണ്. ദൈവിക വിടുതൽ വ്യാപരിക്കുന്നു, ദൈവിക വിടുതൽ വ്യാപരിക്കുന്നു, ദൈവിക വിടുതൽ വ്യാപരിക്കുന്നു. Horabala hashadara dalabaudara digadara baudamana radara udabala gaturala baudamana dala baudavara gatunara daradara udamana dara baudavara gaturala bauda hatarada daradara udabala dara baudavadara udamana gatarada daradara udabala baudamana dala bauda daravaturala bauda haturala baudamana hatarada udara udamana. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയാ, നിങ്ങളുടെ ശവക്കുഴി തുറന്ന് ശവക്കുഴിയിൽ നിന്ന് കയറ്റി നിങ്ങളെവിടെ കൊണ്ടുപോകും? യഹൂദ ദേശത്ത് കൊണ്ടുവരും. ഹല്ലേലൂയ. ദൈവത്തിന് ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. എന്താ ഇസ്രായേൽ ദേശം? അതൊരു വാഗ്ദത്ത ദേശമാണ്. പാലും തേനും ഒഴുകുന്ന ദേശമാണ്. ദൈവപ്രവൃത്തി നൽകുന്ന ദേശമാണ്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ്. തൻ്റെ മക്കളായ മകനായ ഇസഹാക്കിന് കൈമാറിയ വാഗ്ദത്തമാണ്. തൻ്റെ മകനായ യാക്കോബിന് കൈമാറിയ വാഗ്ദത്തമാണ്. യാക്കോബിന് മാത്രമല്ല, തൻ്റെ 12 മക്കൾക്ക് കൈമാറിയ വാഗ്ദത്തമാണ്. തലമുറകളായി നിനക്ക് നൽകിയ ഒരു വാഗ്ദത്തം. ആ വാഗ്ദത്തം കുഴിച്ചിടപ്പെട്ടിട്ടില്ല എന്ന് രാവിലെ ശക്തമായി പറയുന്നു. 400 വർഷം മിസ്രയീമിൽ കിടന്ന ആ ജനം ചിന്തിച്ചു, അവരുടെ പിതാവിന് നൽകിയ വാഗ്ദത്തം കുഴിച്ചിടപ്പെട്ടു എന്ന്. ഇല്ല, സമയമാകുമ്പോൾ ആ വാഗ്ദത്തം പുറത്തു വരത്തക്ക വിധം ദൈവം തന്റെ പ്രവൃത്തി ചെയ്തെടുക്കും. ആ വാഗ്ദത്തത്തിന് വേണ്ടി കരയുന്നവർ എത്ര പേരുണ്ട്? ആവ് തുറന്ന് പറഞ്ഞാട്ട് ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ ആ ജനത്തിന്റെ നിലവിളി കേട്ടു, ഞാൻ ജനത്തിന്റെ നിലവിളി കണ്ടു. ഹല്ലേലൂയ. വാഗ്ദത്തത്തിന് വേണ്ടി കരയുന്ന ചിലരെ ദൈവം ഇന്ന് രാവിലെ ഹല്ലേലൂയ നിന്റെ തവക്കുഴി തുറന്ന് പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. ആത്മാവിൽ ഞാൻ ശക്തമായി വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ. വാഗ്ദത്തത്തിന് വേണ്ടി കരയുന്ന ചിലരെ നോക്കി ഞാൻ പറയുന്നു, നിന്റെ വാഗ്ദത്തത്തിന് തടസ്സമായി നീ ഹല്ലേലൂയ നിന്റെ ആശ അറ്റ അവസ്ഥ, പ്രത്യാശ നട്ട അവസ്ഥ, ഇനി പുറത്തു വരില്ലെന്ന് പറഞ്ഞാൽ 400 വർഷം കഴിഞ്ഞിട്ട് അത് പുറത്തു വരില്ലെന്ന് പറഞ്ഞാലോ ദൈവം തന്റെ വചനം അയച്ച് തന്റെ ദാസനെ അയച്ച് ഹല്ലേലൂയ അവരെ പുറത്തു കൊണ്ടുവന്നതുപോലെ ഇന്ന് രാവിലെ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാവിലെ ഇവിടെ വെളിപ്പെടുകയാണ്. ശബര ഹദര ബൗഡ മന രഗ രഗ ദര 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 ദര. ഹല്ലേലൂയ. നിങ്ങൾക്ക് വാഗ്ദത്തം ഉണ്ടോ? എൻ്റെ മുഖത്തോട് നോക്കിയേ. ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം നൽകിയിട്ടുണ്ടോ? ഉണ്ടോ? ദൈവവചനത്തിലൂടെ വാഗ്ദത്തം കിട്ടിയിട്ടുണ്ടോ? ഉറക്കപ്പറ. ഉണ്ടെങ്കിൽ ആ വാഗ്ദത്തം മുറുകെ പിടിക്കുന്നുണ്ടോ? പ്രവചനത്തിലൂടെ വാഗ്ദത്തം ഉണ്ട്, വചനത്തിലൂടെ വാഗ്ദത്തം ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ ആണ്ടിൻ്റെ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ചർച്ചിലൊക്കെ ആണെങ്കിൽ ആണ്ടിൻ്റെ ആരംഭത്തിൽ ഒരു വാഗ്ദത്ത വാക്യം കൊടുക്കും. ഇവിടെയും കൊടുക്കാറുണ്ടോ? അതൊരു ആചാരമായിട്ട് ചിലർ കാണാറുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നൊരു ആചാരമല്ല, അത് ആ വർഷം അവർക്ക് കൊടുക്കുന്നൊരു വാഗ്ദത്തമാണ്. ആമേൻ. നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് കിട്ടിയ ആ വാഗ്ദത്ത വചനം അത് എനിക്കുള്ളതാണ്. നിങ്ങളങ്ങനെ പറഞ്ഞു നോക്കിയേ. ആ വചനത്തിനകത്ത് വിടുതലുണ്ട്, ആ വചനത്തിനകത്ത് ശക്തിയുണ്ട്. അത് നിങ്ങൾ അതിൻ്റെ മേൽ സ്തോത്രം ചെയ്യുമ്പോൾ 100 മേനിയായി പുറത്തു വരും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്ത വചനം എന്താണ് കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ.
ആ വാഗ്ദത്ത വചനത്തിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാവോ? നമ്മൾ അതിൻ്റെ സ്തോത്രം ചെയ്യണം. കർത്താവേ, നീ എനിക്ക് തന്ന വാഗ്ദത്തത്തിനായി സ്തോത്രം. അത് ചെയ്യുമ്പോൾ അത് നമുക്ക് വിടുതലായി വ്യാപരിക്കും. ഹല്ലേലൂയ. ചില ദൈവദാസന്മാർ വന്ന ദൂത് പറയില്ലേ? ചില ദൂതുകൾ പറഞ്ഞിട്ടില്ലേ? ആമേൻ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഒരു ദൂത് പറഞ്ഞത് ഞാൻ ഏറ്റെടുത്തു. ആമേൻ. അതെനിക്ക് ജീവിതത്തിൽ വിടുതലായി മാറി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നോട് ദൈവം പറഞ്ഞത്, നിന്റെ സാന്നിധ്യം കൂടെ പോരും, നിനക്ക് ഞാൻ സ്വസ്ഥത വരുത്തും. ഇതാണ് എനിക്ക് നൽകിയ വാഗ്ദത്തം. ഞാനത് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ വരും. എപ്പോഴും എൻ്റെ കൂടെ ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കും. എനിക്ക് ഈ വർഷം ഞാൻ വിഷമിക്കുന്ന സകല വിഷയത്തിനും സ്വസ്ഥത വരുത്തും. നിങ്ങൾക്ക് നൽകിയ വാഗ്ദത്തം എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ വാഗ്ദത്തം ഒന്നുകൂടെ ബൈബിളിനകത്ത് വെക്കാനല്ല. നമ്മൾ പിന്നെ അന്ന് വെച്ച 31-ാം തീയതി രാത്രി വെച്ചതാണ്. പിന്നെ നമ്മൾ നോക്കത്തില്ല. നമ്മളെന്ത് ചെയ്യുന്നത്? ആ വചനം ആ കാർഡ് എടുത്ത് എന്ത് ചെയ്യും? നമ്മൾ ചില ഓർക്കാനുള്ള ചില പേജുകൾ വെച്ച് നമ്മളവിടെ വെച്ചിരിക്കുക. പക്ഷെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി. വെറുതെ തരുന്നതല്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലേ പാസ്റ്റർ കൊടുക്കുന്നേ? ഹല്ലേലൂയ. വെറുതെ തന്നതല്ല. നിങ്ങൾക്കൊരനുഗ്രഹം ഉണ്ടാകേണ്ട. ഇപ്പോഴാണ് ചിലരൊക്കെ നോക്കുന്നത് കേട്ടോ. അങ്ങനെ തന്നെ ആണോ എഴുതിയിരിക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ശക്തമായി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ശക്തമായി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. എനിക്കറിയാം ചില വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം. ഞങ്ങൾക്കൊരു കൊച്ചു വീടായിരുന്നു. വലിയ അല്ല, ഒരു ചെറിയ വീടാണ് ഞങ്ങളുടെ. അപ്പൻ ഒരു പട്ടാളക്കാരനാണ്. ഞങ്ങളുടെ കൊച്ചു വീട്ടിൽ ഈ ദൈവദാസന്മാർ വന്ന് ദൂത് പറയും. ഞങ്ങളുടെ വീട്ടിലെ വാര്യാപുരം യോനാച്ച എന്നൊക്കെ പറഞ്ഞ പ്രശസ്തനായ പ്രവാചകനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുപോലത്തെ മോൻ്റെ പ്രായത്തിൽ മുട്ടയിലിഴഞ്ഞ് ഈ അദ്ദേഹം ശുശ്രൂഷിക്കുന്ന മേശയുടെ ബാക്കിൽ നിന്നാണ് ശുശ്രൂഷിക്കുന്നത്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇഴഞ്ഞ് വന്ന് ഈ കട്ടിലിന് ഈ മേശയടിയിൽ കയറിയിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് മമ്മി എന്നെ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ പറഞ്ഞിട്ട്, കുഞ്ഞെ ഇനി അവനെ വിട്ടേക്കാൻ പറഞ്ഞു. എന്നിട്ട് അതേ എൻ്റെ തലയെ കൈവച്ചിട്ട് പറഞ്ഞു, നീ ഇവനൊരു ദൈവദാസനാവും. പക്ഷെ മമ്മി എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിച്ചതാണ്. ഹല്ലേലൂയ. ദൈവദാസൻ എൻ്റെ തലയെ കൈവച്ചിട്ട് പറഞ്ഞു, ഇവനൊരു ദൈവദാസനാവും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ എൻ്റെ ചെറിയ പ്രായത്തിൽ എന്നോട് പറഞ്ഞ ചില ദൂതുകളുണ്ട്. നിന്നെ ദൈവം ഇന്ന സ്ഥലത്ത് കൊണ്ടു നിർത്തും. അങ്ങനെ കുറേ വലിയ വലിയ ദൂതുകളൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അന്നൊന്നും ഈ കോൺഫറൻസ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ലോകത്തിലെ വലിയ സമ്മേളനങ്ങൾ എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല. നമുക്കാകെ അറിയുന്നത് മാവേലിക്കര AG ചർച്ചും അവിടെ നടക്കുന്നൊരു കൺവെൻഷനുമാണ് നമുക്കാകെ അറിയാവുന്നത്. പക്ഷേ അന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ നിന്നെ ലോകരാജ്യങ്ങളിലേക്ക് അയക്കും, വലിയ വലിയ ആത്മീക സമ്മേളനങ്ങളിൽ നീ ശുശ്രൂഷിക്കും എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ തലയിൽ ഇതൊന്നും മനസ്സിലാവില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ദൂത് എൻ്റെ ജീവിതത്തിൽ നിവർത്തീകരിച്ചപ്പോൾ ഇന്നത് കേൾക്കാൻ, അത് കാണാൻ എൻ്റെ മാതാപിതാക്കളില്ല. പക്ഷേ അവരോട് പറഞ്ഞ ദൂത് മൺമറഞ്ഞില്ല. ആമേൻ പറയാൻ എത്രവർക്ക് കഴിയും? ശക്തമായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ വാഗ്ദത്തം ഈ വർഷം നിവർത്തീകരിക്കുന്ന എത്രവർക്ക് ഉറപ്പ് പറയാൻ കഴിയും? ശക്തമായി പറഞ്ഞാട്ടെ. ശക്തമായി പറഞ്ഞാട്ടെ. ദൈവം പറഞ്ഞ വാഗ്ദത്തം ഈ വർഷം നിവർത്തീകരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ പറയാനല്ല ഞാൻ പറഞ്ഞേ, ഒന്ന് ഉറക്കെ പറഞ്ഞേ, ദൈവം പറഞ്ഞ വാഗ്ദത്തം ഈ വർഷം നിവർത്തിക്കും. കരമുയർത്തി പറഞ്ഞേ, ദൈവം പറഞ്ഞ വാഗ്ദത്തം ഈ വർഷം നിവർത്തിക്കും. ഒന്നുകൂടെ ഉറക്കെ പറ, ദൈവം പറഞ്ഞ വാഗ്ദത്തം ഈ വർഷം നിവർത്തീകരിക്കും. ആമേൻ. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിച്ചാട്ടെ. കരമടിച്ച് ദുരാബാല ഹതര ദിയാലബ അദര ബലഗദര ദിയാലബ അദര ബൗഡാല ഹസ്തര ദിയാലബ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
നിങ്ങൾ നോക്കിയേ, ഈ ദൂത് പറയുമ്പോൾ നമ്മളെ ആദ്യത്തെ ഒരു പാർട്ടിലോട്ട് വരാൻ പോവാ. എഗസ്കേലിനെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എവിടെയാ? കൊണ്ട് നിർത്തിയിരിക്കുന്നത് അസ്ഥികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന താഴ്വരയിലാണ്. നിങ്ങൾ ആ വാക്യം ഒന്ന് എടുത്തേ. ഹല്ലേലൂയ. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. ആ ആ നിങ്ങളൊന്ന് നോക്കിയേ, ഈ പ്രവാചകനെ ആത്മാവ് പുറപ്പെടുവിച്ചു കൊണ്ടുവരിക അല്ലേ? അപ്പോൾ ആത്മാവിനാൽ നയിക്കപ്പെട്ടാണ് ഇയാൾ ഇവിടെ ചെന്നിരിക്കുന്നത്, ഈ താഴ്വരയിൽ ചെന്നിരിക്കുന്നത്. ഇനി ആ താഴ്വരയിൽ എന്ത് നിറഞ്ഞിരിക്കുക? അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. അത് ഇനി നോക്കിയാ അത് താഴെയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു എന്ന് പറഞ്ഞാൽ ധാരാളം അസ്ഥികൾ കിടന്നിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി എടുത്തു പറയുകയാണ്, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. ഒരു തരി മാംസം പോലും ആ അസ്ഥിമേലില്ല. ഇനി നിങ്ങൾ നോക്കിയ ഈ അസ്ഥികൾ തമ്മിൽ വേർപെട്ടതാണ്. കാരണം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഭൂകമ്പം ഉണ്ടായപ്പോൾ അസ്ഥിയോട് വന്ന് ചേർന്നു. അപ്പോൾ അവിടെ ഒരു സ്കെലിറ്റൻ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്ഥികൂടം ഇല്ല. തലയോട്ടി വേറെ കിടക്കുന്നു, കൈ വേറെ കിടക്കുന്നു, കാല് വേറെ കിടക്കുന്നു, ഈ നെഞ്ചിൻ കൂട് വേറെ ഭാഗത്ത് കിടക്കുന്നു. എന്തൊക്കെ അസ്ഥികളുണ്ടോ അവകളെല്ലാം എന്തിരിക്കുക? തമ്മിലകന്ന് കിടക്കുക. അപ്പോൾ ഏറ്റവും ഉണങ്ങിയതാണ്, ചിതറിക്കിടക്കുന്നതാണ്. അപ്പൊ സാധ്യത ഒട്ടുമില്ലാത്ത ഒരു സ്ഥലത്തു കൊണ്ടുചെന്നാണ് ഇപ്പോൾ യഹസ്കേലിനെ നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് ദൈവം ചോദിക്കുന്നൊരു ചോദ്യം നിങ്ങൾ നോക്കിയോ? ആ വാക്യത്തിലേക്ക് നോക്കിയേ. എന്താ പറയുന്നത്? മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? നോർമലായിട്ടുള്ള ചോദ്യത്തിന് എന്താ ഉത്തരം? അത് യഹസ്കേൽ പറയുന്ന ദൂത് വേറെ, നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ എന്താ സാധാരണ പറയുന്നത്? ഒന്നും നടക്കത്തില്ല പാസ്റ്ററെ. എന്ത് പറയും സൗകര്യം? നിങ്ങളെ അവിടെ കൊണ്ട് നിർത്തിയാൽ എങ്ങനെ ഇരിക്കും? ഇമാജിൻ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ആ അസ്ഥിത്താഴ് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? തലയോട്ടി ഒരിടത്ത് കിടക്കുന്നു, മറ്റൊരിടത്ത് തലയോട്ടി കിടക്കുന്നു. ഒത്തിരി പേരുടെ തലയോട്ടിയാണ്. അസ്ഥികളെല്ലാം വേർപെട്ട് കിടക്കുകയാണ്. ഇനി അങ്ങോട്ട് നോക്കിയാൽ ഒരു തരി മാംസം പോലും ഇല്ല. അങ്ങനെയുള്ള സ്ഥലത്ത് എന്നിട്ട് ചോദിക്കുക, ഈ അസ്ഥി ജീവിക്കുമോ? നോർമലി നമ്മൾ പറയും ഈ അസ്ഥി ജീവിക്കില്ല. പക്ഷേ പ്രവാചകന്റെ ശബ്ദം എന്താണ്? കർത്താവേ, എന്താ പറഞ്ഞത്? നീ അറിയുന്നു. ഹല്ലേലൂയ. അവന്റെ ഉത്തരം രക്ഷപ്പെടലല്ല. കാരണം അവനറിയാം ഇവിടെ കൊണ്ടുവന്ന് തമ്പുരാനാണ്. തമ്പുരാൻ കൊണ്ടുവന്നത് വെറുതെ അല്ല കൊണ്ടുവന്നേ, ഒരു പദ്ധതി ഇതിനകത്തുണ്ടെന്ന് അവൻ അറിയാവുന്നത് കൊണ്ടാണ് അവൻ ദൈവത്തോട് മറുപടി പറയുന്നത്, കർത്താവേ നീ അറിയുന്നു. ഇന്ന് രാവിലെ അസ്ഥിത്താഴ്വരയ്ക്ക് തുല്യമായ ഒരു പ്രതീക്ഷയുമില്ലാത്ത, പ്രത്യാശയുമില്ലാത്ത സ്ഥലത്താ നീ നിൽക്കുന്നെങ്കിൽ നിന്നെ അവിടെ തമ്പുരാൻ വെറുതെ കൊണ്ടുവന്നതല്ല, അവിടെ ഒരു പ്രവൃത്തി ചെയ്തെടുക്കാനാണ്. ഒരാമേ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാവിലെ ആ ചിതറിയ തലങ്ങൾ, മാംസമില്ലാത്ത സ്ഥലം, ഒരൽപ്പം പോലും
ജീവനില്ലാത്ത ആ സ്ഥലത്ത് കർത്താവിനെ പറയും നീ അറിയുന്നു. അങ്ങനെ പറയാൻ എത്ര പേർക്ക് ഇന്ന് രാവിലെ കഴിയും? കർത്താവേ, എൻ്റെ ജീവിതത്തെ നീ അറിയുന്നു, എൻ്റെ കുടുംബത്തെ നീ അറിയുന്നു, എൻ്റെ ഭാവിയെ നീ അറിയുന്നു. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും നീ അറിയുന്നു. നീ അറിയാത്തതൊന്നും എൻ്റെ ജീവിതത്തിലില്ല. കർത്താവേ, അങ്ങക്ക് എന്താണോ ഇവിടെ ചെയ്യേണ്ടത് അത് ചെയ്യണമേ എന്ന് പറയാൻ എത്തവർക്ക് കഴിയും? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതുപോലെ അതരം തുറന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രത്യാശയില്ലാത്ത സ്ഥലത്ത് നിന്നുകൊണ്ട് പറയണം, കർത്താവേ, നീ അറിയുന്നു, നീ അറിയുന്നു. സർവജ്ഞാനിയായ ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. കുഞ്ഞേ, അവിടെ വെറുതെ കൊണ്ടുവന്നതല്ല, ദൈവം അറിയാതെ കൊണ്ടുവന്നതല്ല. ഹല്ലേലൂയ. ദൈവത്തിന് തന്റെ പ്രവൃത്തി ചെയ്യാൻ അങ്ങനെ കൊണ്ടുവന്നേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില സന്ദർഭങ്ങളിൽ നമ്മൾ പതറിപ്പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട് അല്ലേ? അവിടെ നമുക്ക് പറയാനുള്ളത് നീ അറിയുന്നു. എന്നാൽ അവിടെയും ദൈവത്തിന് നമ്മോട് പറയാനുള്ളൊരു ദൂതുണ്ട്. എന്താ പറഞ്ഞത്? നീ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്. കേൾക്കുവോ സഹോദരങ്ങളെ? അസ്ഥികൾക്ക് കേൾക്കാനുള്ള ചെവിയുണ്ടോ? അവർക്ക് ജീവനുണ്ടോ? അവയുടെ മേൽ മാംസമില്ല. പക്ഷെ ശൂന്യതയെ നോക്കി പ്രവചിക്കാൻ ഇവിടെ ആര് പറയുക? ഹലോ, യഹോവയായി ദൈവം പറയുക. ഇന്ന് രാവിലെ ചിലരോട് ഞാൻ ശക്തമായി പറയുന്നു, നിന്റെ ശൂന്യതയെ നോക്കി ദൈവവചനം വിളിച്ചു പറ. പറയാൻ തയ്യാറാണോ കുഞ്ഞെ? പറയാൻ തയ്യാറാണോ കുഞ്ഞെ? നിന്റെ ശൂന്യതകളെ നോക്കി നീ ഒന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. നിന്റെ വാക്കല്ല പറയേണ്ടത്, ദൈവം നിന്റെ പക്കലേൽപ്പിച്ച ദൂത് വിളിച്ചു പറയണം. പറയാൻ എത്ര പേർ തയ്യാറാണ്? പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ തയ്യാറാണോ? ഹല്ലേലൂയ. ശൂന്യതയാ നിന്റെ മുമ്പിൽ, ഒരു പ്രതീക്ഷയും നിനക്ക് മുമ്പിലില്ല, മുന്നോട്ട് നീങ്ങാൻ ഒരു വഴിയുമില്ല. പക്ഷെ ദൈവം നിന്റെ പക്കലേൽപ്പിച്ച ചില വചനം ഒന്ന് വിളിച്ചു പറയാൻ എത്തവർക്ക് കഴിയും? ആമേൻ പറയാൻ എത്തവർക്ക് കഴിയും? ശക്തമായി പറഞ്ഞാട്ടെ, ശക്തമായി പറഞ്ഞാട്ടെ. ചില വചനങ്ങൾ ഉരുവിടാൻ ദൈവത്തിന്റെ ആത്മാവ് നിർബന്ധിക്കുമ്പോൾ അതരം തുറന്ന് ആ വചനം പറഞ്ഞാട്ടെ. എന്താ പറയുന്നത്? അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. എന്താണ് വിളിച്ചു പറയേണ്ടത്? യഹോവയുടെ വചനം, യഹോവയുടെ വചനം. ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ. യഹോവയുടെ വചനം നിന്റെ നാവിന്മേൽ ചിലതിനെ നോക്കി പറയാൻ യഹോവയുടെ വചനം തരാൻ പോകുകയാ. യഹോവയുടെ വചനം തരാൻ പോകുകയാ. ശക്തമായി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ശക്തമായി ചിലതിനെ നോക്കി, ദേശത്തെ നോക്കി, ചില കുടുംബങ്ങളെ നോക്കി, ചില തലമുറകളെ നോക്കി വചനം വിളിച്ചു പറ. അവൻ കേട്ടില്ല, ഉണങ്ങിയതാണ്, പക്ഷെ നിന്റെ പക്കൽ വചനം നൽകിയിട്ടുണ്ട്. ദൈവദാസനെ, ദൈവദാസി, നിന്റെ പക്കൽ ഒരു വചനം നൽകിയിട്ടുണ്ട്. അത് ദേശത്തെ നോക്കി വിളിച്ചു പറ. ചിലത് വിളിച്ചു പറയാൻ തയ്യാറാണോ? ചില ഡിക്ലറേഷൻ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ പ്രഖ്യാപിക്കണം, ദൈവം അത് ചെയ്യും. നിങ്ങൾ പ്രഖ്യാപിച്ചാൽ ദൈവം അത് ചെയ്യും. ഹല്ലേലൂയ. യോശുവ ഒരു പ്രഖ്യാപനം നടത്തി. സൂര്യ നിൽക്കാൻ പറഞ്ഞില്ലേ? ചന്ദ്ര നിൽക്കാൻ പറഞ്ഞു. അവൻ പ്രഖ്യാപിച്ചു, ദൈവം ചെയ്തു. ഹലോ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈ പ്രകൃതി തന്നെ നിന്നെന്നല്ലേ എന്നർത്ഥം. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ദാസന്റെ വാക്കിൻ്റെ മുമ്പാകെ ഈ കറങ്ങിക്കൊണ്ടിരുന്ന ഭൂമി നിന്നെങ്കിൽ ഇന്ന് രാവിലെ അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ചില ശൂന്യതകളെ കണ്ട് ഭയപ്പെടുന്ന ചിലരെ നോക്കി ഞാൻ പറയുന്നു, നീ യഹോവയുടെ വചനം വിളിച്ചു പറയണം. ആമേൻ.
ചില മാതാക്കളോട്, ചില പിതാക്കന്മാരോട് ഞാൻ ശക്തമായി പറയുന്നു, വചനം വിളിച്ചു പറ, വചനം വിളിച്ചു പറ. നിന്റെ പക്കൽ ഏൽപ്പിച്ച ചില ദൂത് വിളിച്ചു പറയാൻ ഞാൻ ശക്തമായി ഇന്ന് രാവിലെ ദൂത് നിന്നോട് പറയുകയാ. മനസ്സിലാകുന്നവർ എത്ര പേരുണ്ട്? മനസ്സിലാകുന്നവർ അധരങ്ങളെ തുറന്ന് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. റബല ഹത്തര ദിയാന ഹത്തര ബൗഡാര ഹസ്തര ദിയാലവ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് അവന് കൊടുത്ത ദൂത്? നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവയെന്ന് നിങ്ങളറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഹലോ, എവിടെ നിന്ന് പ്രവചിക്കാനാ പറഞ്ഞേ? അസ്ഥിത്താഴ്വരയിൽ ദൈവം ഏൽപ്പിച്ച ദൂത് പറയുക. എന്താ പറഞ്ഞേ? നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ശ്വാസം വരുത്തണമെങ്കിൽ ശരീരം വേണ്ടേ? ശ്വാസകോശം വേണ്ടേ? ഇതൊന്നും ഇല്ലാതെ ചെതറിക്കിടക്കുന്ന, ഉണങ്ങിക്കിടക്കുന്ന, ഹല്ലേലൂയ, അസ്ഥികളെ നോക്കി പ്രവചിച്ചാൽ ആര് കേൾക്കാനാ? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? ആര് കേൾക്കാനാ? പക്ഷേ കേൾക്കാൻ ആരുമില്ലെങ്കിലും നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ദൂത് പറയണം. നിന്റെ പക്കൽ ഏൽപ്പിച്ച ദൂത് പറയണം. തന്നിട്ടുണ്ടോ ദൂത്? ദൈവാസനെ ദൂത് തന്നിട്ടുണ്ടോ? നിങ്ങൾ ഈ ദിവസങ്ങൾ വിളിച്ചു പറയണം. ചില കുടുംബങ്ങളുടെ വാതിക്കൽ ചെന്ന് നിങ്ങൾ വിളിച്ചു പറയണം. ചില വാതിക്കൽ നിന്നും കൊണ്ട് പറയണം. അവർ കേട്ടാലും കേട്ടില്ലേലും വിളിച്ചു പറയാൻ തുടങ്ങണം. ചിലതിനെ മാംസം പിടിപ്പിച്ചതിനകത്ത് കൊണ്ടുവരാൻ പോകുകയാണ്. ചിലതിനെ മാംസം പിടിപ്പിച്ചതിനകത്ത് കൊണ്ടുവരാൻ പോകുകയാണ്. ഹല്ലേലൂയ, ശബര ഹസ്തരാദി. ഒന്നുകൂടെ ഞാൻ ശക്തമായി ദൂത് പറയട്ടെ. ചിതറിക്കിടക്കുന്ന ചില കുടുംബങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് അകത്ത് കൊണ്ടുവരുന്നൊരു ശുശ്രൂഷ നീ ചെയ്തെടുക്കാൻ പോകുക. നീ ചെയ്തെടുക്കാൻ പോകുക. ചിതറിക്കിടക്കുന്ന കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ കുടുംബഛിദ്രമുണ്ടായി അകന്നു കിടക്കുന്ന ചിലതിനെ നീ കൈപിടിച്ചകത്തു കൊണ്ടുവന്ന് യോജിപ്പിക്കുന്നൊരു ശുശ്രൂഷ നിന്നിലൂടെ ചെയ്തെടുക്കാൻ പോകുക. അദരബൗഡാര ഹസ്തര ദിയാലബ ദുരബല ഹത്തര ബൗഡവരാദര ഹത്തര ബൗഡ. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയേ, ദൈവമേൽപ്പിച്ച ദൂത്, യെഹെസ്കേലിന് ദൈവം കൈമാറിയ ദൂത് എന്താ? ഉണങ്ങിയ അസ്ഥികളെ വചനം കേൾപ്പീൻ, യഹോവയായ കർത്താവ് നിങ്ങളോട് അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ ശ്വാസം വരുത്തും. ഈ ദൂത് പറയുമ്പോൾ അവർക്ക് ശ്വാസം എടുക്കാൻ എന്തെങ്കിലും അവരുടെ ശരീരത്തിലുണ്ടോ? പിന്നെ പറയാ, ചില വാഗ്ദത്തം പറയുക, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെക്കും, മാംസം പിടിപ്പിക്കും. വാഗ്ദത്തങ്ങൾ നിന്റെ ബുദ്ധിക്ക് ചേരാത്ത വാഗ്ദത്തങ്ങളാണ്. ഹല്ലേലൂയ, നിന്റെ യുക്തിക്ക് ചേരാത്ത ചില വാഗ്ദത്തങ്ങൾ. ആമേൻ, ഹലോ. അത് വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയും? വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കേട്ട ഒരു കാര്യം പറയാം. വിദേശത്ത് ഒരു സഭയിൽ ഞാൻ പിന്നീട് ആ ദേവദാസനെ കണ്ടു. ഒരു സഭയിൽ ചെന്ന് ഒരു ദൈവദാസൻ ദൂത് പറഞ്ഞു. മുമ്പിലിരിക്കുന്ന ഒരു സഹോദരിയുടെ ദൂത് പറയുക, അടുത്ത വർഷം നിനക്ക് ഇതുപോലെയുള്ള സമയത്ത് നിനക്കൊരു കുഞ്ഞിനെ നീ അണയ്ക്കും. ഈ ദൂത് കേട്ടപ്പോഴേ സഭയുടെ സ്തോത്രം നിന്നു, ആരാധന നിന്നു. സഭയിലെല്ലാവരും നിശബ്ദമായി. യോഗം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാസ്റ്റർ ചോദിച്ചു, തനിക്ക് എവിടുന്നാടോ ഈ ദൂത് കിട്ടിയത്? താനാകെ വിഷമനായി.
പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട്. പ്രവചനം തെറ്റിയാൽ അവരുടനെ അടുത്ത സഭകളിലേക്ക് അയക്കും. ദേ ഒരു കള്ളപ്രവാചകൻ വന്നിട്ടുണ്ട്, അവിടെ കയറ്റരുത്. പ്രശ്നോ ഈ മനുഷ്യൻ വിഷണനായി പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരു ഭാര്യയും ഭർത്താവും, ഈ ദൂത് പറഞ്ഞ ഭാര്യയും ഭർത്താവും അവിടെ നിൽപ്പുണ്ട്. അവരെങ്ങനെ ഏറ്റെടുത്തെന്നറിയാമോ? ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല എന്ന് ഈ പാസ്റ്റർക്കറിയില്ല, പക്ഷേ പാസ്റ്റർ പറഞ്ഞ ദൂത് ഞങ്ങൾ ഏറ്റെടുത്തു. കൂടെ ഇരുന്നവരെന്താണ് പാസ്റ്ററെ കുറ്റം പറഞ്ഞപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല എന്ന് ഈ പാസ്റ്റർക്കറിയില്ല. എന്താ സംഭവം എന്നറിയാവോ? ഈ സഹോദരിയുടെ യൂട്രസ് റിമൂവ് ചെയ്തിരിക്കുക. അവിടെ ഗർഭാശയം ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്തിരിക്കുക. അങ്ങനെ ഉള്ളവളോട് ദൂത് പറഞ്ഞാൽ ആരേറ്റെടുക്കും? നമ്മളെ ലാസറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ തുള്ളും അല്ലേ? ലാസർ പുറത്ത് 4 ദിവസമായി മരിച്ചിട്ട് 4 വയസ്സായി, നാറ്റം വെച്ചു, അവനെ പുറത്ത് കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വാസമാണ് അല്ലേ? എന്നാൽ ഒരു കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമോ? നമുക്ക് ധൈര്യമില്ല. ആ ലാസറിനെ പുറത്തു കൊണ്ടുവന്ന കർത്താവിനെ ഒരു യൂട്രസ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ? എന്താ നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ? കണ്ണുണ്ടാക്കി കൊടുത്ത കർത്താവ്, ചെവി ഉണ്ടാക്കി കൊടുത്ത കർത്താവ്, വരണ്ട കൈ നിവർത്തിയ കർത്താവിന് വല്ല അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ വച്ചാ? ഒന്നുമില്ല. ഈ സഹോദരി വിശ്വസിച്ചത് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല എന്നും ഞങ്ങളുടെ ബലഹീനത ദൈവദാസനെ അറിഞ്ഞിട്ടില്ല, പക്ഷെ ഞങ്ങളോട് പറഞ്ഞ ദൂത് ഏറ്റെടുക്കുന്നു. അകത്തിരുന്നവരും യാഥാർത്ഥ്യം ഗ്രഹിച്ചിട്ട് അവർ അങ്ങനെ അവിശ്വസിച്ചപ്പോൾ യാഥാർത്ഥ്യത്തിനപ്പുറത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നൊരു ദൈവത്തിൽ വിശ്വസിച്ചു. നിങ്ങൾ ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാ? അസ്ഥിത്താഴ്വരയിൽ നിന്നുകൊണ്ട് പറയുക, അസ്ഥികളുമേൽ ശ്വാസം വരുത്തുമെന്ന് പറഞ്ഞാൽ, മാംസം വരുമെന്ന് പറഞ്ഞാൽ, ഞരമ്പ് വെക്കുമെന്ന് പറഞ്ഞാൽ, ചർമ്മം പൊതിയെന്ന് പറഞ്ഞാൽ, എഗസ്കേലെ നിനക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഹലോ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏത് തലത്തിലാണ് നിങ്ങൾ നിൽക്കുന്നേ? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങളെ? ഞാൻ പറഞ്ഞെത്തവർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. എൻ്റെ വൈഫ് ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് 3ാമത്തെ കുഞ്ഞിന് അവയവങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിന് അവയവങ്ങളില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഡോക്ടർ അന്നമ്മ അബ്രഹാം, ഡോക്ടർ സുകുമാരൻ അവർ വന്നിട്ട് പറഞ്ഞു ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ് 2 ആഴ്ചയും കൂടെ സമയം തരണം. അവർ പറഞ്ഞു സ്കാൻ മെഷീൻ നോക്കിയിട്ട് ഒരവയവവും ഇല്ല, ഇതൊരു മാംസപ്പിണ്ഡം മാത്രമാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു 2 ആഴ്ച എനിക്ക് സമയം തരണം പാസ്റ്റർ. ഞാൻ അവിടെ ഉദരത്തിൽ കൈവെക്കും. യേശുവിൻ്റെ നാമത്തിൽ കാല് വളരാൻ പറഞ്ഞു, കൈ വളരാൻ പറഞ്ഞു, കണ്ണു വെക്കാൻ പറഞ്ഞു, അവയവങ്ങൾ ഉണ്ടാകാൻ പറഞ്ഞു. 2 ആഴ്ച ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഉദരം വർദ്ധിക്കാൻ തുടങ്ങി, വളരാൻ തുടങ്ങി. ഹല്ലേലൂയ. വീണ്ടും സ്കാനിങ് മെഷീന് മുമ്പിൽ ചെന്നപ്പം ഡോക്ടർ അന്നമ്മ അബ്രഹാം പറഞ്ഞത് ഒരു കുറവും ഇല്ലാത്തൊരു കുഞ്ഞ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് എന്ത് വിശ്വസിക്കാൻ കഴിയും? ചില ശൂന്യതകളെ നോക്കി ദൈവം തന്ന വാക്തത്വം വിളിച്ചു പറയാൻ എത്ര പേരുണ്ട്? നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞപ്പം അദ്ദേഹത്തിന് മീറ്റിംഗ് ഒന്നും കിട്ടിയില്ല. പക്ഷേ 6-7 മാസം കഴിഞ്ഞ് അതേ സഭ അദ്ദേഹത്തെ തിരിച്ചു വരുത്തി. കാരണം ഒന്നും അറിയാമോ? ഹല്ലേലൂയ. യൂട്രസ് ഇല്ലാത്ത അവർക്ക് യൂട്രസ് വെച്ചു കൊടുത്ത ഒരു കർത്താവ്. എനിക്കറിയാം പെന്തിക്കോസ് ലോകത്തിന് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം.
പക്ഷെ ആ ദൈവദാസൻ പറഞ്ഞപ്പോൾ എനിക്ക് സ്തോത്രം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ദൈവം ഇതിലും വലുത് ചെയ്യുന്നവനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എൻ്റെ പിതാവായപ്പോൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, OMI ചെന്ന് വാങ്ങണം. ഹാലലി പാകിസ്ഥാൻകാരിയായ ഒരു പട്ടാള ഓഫീസറുടെ മകളാണ്. ഹാലലിയ. അവൾ 12-13 വയസ്സ് വരെ അസ്ഥികൾ ചുരുങ്ങി, അവളിങ്ങനെ കുരുങ്ങി വളഞ്ഞ് ആ കിടക്കയിൽ മാത്രം കിടക്കുകയാണ്. അവൾ ഒരു ദിവസം ഒരു ബൈബിൾ പ്രതി വായിച്ചു. അതിനകത്ത് യേശു ജീവിക്കുന്നു എന്ന് കണ്ടെത്തി. അവൾ പറഞ്ഞു, യേശുവേ എൻ്റെ അസ്ഥികളെ നിവർത്തണമേ. ഹല്ലേലൂയ. ആ മനുഷ്യർക്കും ചിന്തിക്കാൻ പറ്റാത്ത നിലയിൽ അവിടെ അസ്ഥികളെ നിവർത്തി ദൈവം ഒരു സാധാരണ മനുഷ്യ സ്ത്രീയാക്കി മാറ്റി. അവൾ എഴുതിയ ബിൽക്യൂസ് എന്ന അവിടെ പേര്. അവൾ എഴുതി, ഹല്ലേലൂയ, എൻ്റെ അസ്ഥികളെ നിവർത്തിയ ഒരു ദൈവമുണ്ട് എന്ന്. ഹല്ലേലൂയ. ഇന്ന് ചിലർ ദൈവത്തിൽ കടന്നു വിശ്വസിക്കുന്നവരാണ്. ചിലർ ദൈവത്തിന്റെ വചനത്തെ വിമർശിക്കുമ്പോ, യുക്തി കൊണ്ട് പറയുമ്പോ ചില കടന്നു വിശ്വസിക്കുന്നവരാണ്. നിങ്ങൾ ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആളാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് രാവിലെ കർത്താവ് കടന്നു വിശ്വസിക്കുന്ന വ്യക്തിയാണോ, ഒരു വിടുതൽ ഇന്ന് രാവിലെ നടക്കാൻ പോകുകയാ. ആസ്തികളെ യഹോവയുടെ വചനം കേൾപ്പേൻ. ഹല്ലേലൂയ. ഉണങ്ങിയ ആസ്തികളെ യഹോവയുടെ വചനം കേൾപ്പേൻ. ഇന്ന് രാവിലെ ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കുക, ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കുക. ഓ ഹല്ലേലൂയ. ആ പ്രവാചകൻ നോക്കി നിൽക്കേ. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി വെളിപ്പെട്ടുവെങ്കിൽ അബബറ ഹതര ബൗഡാമന ഹദ രഗദര ഹശ്രീ ഗദാദി. ഹല്ലേലൂയ. ഇനി നോക്കിയേ, ഈ ചിതറിക്കിടക്കുന്നതിനെ യോജിപ്പിക്കാൻ തമ്പുരാൻ ചെയ്തെന്നറിയാവോ? ഒരു ഭൂകമ്പം അയച്ചു. അവനെ നിൽക്കുന്ന സ്ഥലം വരെ ഇളകി മാറി. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ഭൂകമ്പങ്ങൾ അയക്കും ചിതറിക്കിടക്കുന്നതിനെ യോജിപ്പിക്കാൻ. ആമേൻ, ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചിലത് നടക്കാൻ പോവുക, പ്രതീക്ഷിക്കാത്ത ചിലത് നടക്കാൻ പോവുക. അത് നിന്നെ കുലുക്കുന്ന സംഭവമായിരിക്കുക, നിന്നെ അടിസ്ഥാനം ഇളക്കുന്നതായിരിക്കാം. പക്ഷെ അത് നിന്നെ കൊല്ലാനല്ല, നിന്നെ തകർത്ത് കളയാനല്ല, ചിലതിനെ യോജിപ്പിക്കേണ്ട മണ്ഡലത്തിൽ യോജിപ്പിക്കാനാണ്. ആമേൻ. എൻ്റെ വാക്കുകൾ ഇന്ന് രാവിലെ 1 മണി കഴിഞ്ഞതുകൊണ്ട് ഞാനിവിടെ നിർത്താൻ പോകുകയാ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നിന്റെ ശവക്കുഴി തുറന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്.